ഓക്കെ, ഞാൻ ഇന്ന് എൻ്റെ വീട്ടിലിരുന്നാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ വീഡിയോ ഓണാക്കാൻ പറ്റില്ല. വീഡിയോ ഓണാക്കി കഴിഞ്ഞാൽ നെറ്റ് പോകും. അപ്പം നമുക്ക് ഇന്ന് ജസ്റ്റ് വായിച്ച് പറയാനുള്ള 2 ചാപ്റ്റേഴ്സേ ഉള്ളൂ. അതിനു മുമ്പേ ഞാൻ ക്ലാസ് എടുക്കുന്നതിന് മുമ്പേ ക്ലാസ് എടുക്കണോ വേണ്ടായോ എന്ന് ആദ്യം നിങ്ങൾ പറയണം. കാരണം ഇൻട്രാക്ഷൻ ആണ്, ശബ്ദം മാത്രമേ നിങ്ങൾ എൻ്റെ അത് കേൾക്കത്തുള്ളൂ. അപ്പം ഇൻട്രാക്ട് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മാത്രം നമുക്ക് മുൻപോട്ട് പോകാം, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. എന്ത് പറയുന്നു? കഴിഞ്ഞ ക്ലാസ്സിൽ എൻ്റെ എത്ര സ്ട്രെയിൻ എടുത്തിട്ടും നിങ്ങൾ ലാസ്റ്റ് ഞാൻ എന്തോ ഒന്ന് പറഞ്ഞപ്പോഴാണ് നിങ്ങൾ എല്ലാവരും സംസാരിക്കാൻ തുടങ്ങിയത്. ആദ്യം നിങ്ങൾ അത് പറ, നിങ്ങൾക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ? പറ്റും. ഓക്കെ, ഇന്ററാക്ട് ചെയ്യുമല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓക്കെ. എന്ത് നെറ്റ് ഉള്ള നിങ്ങൾക്ക് ഞാൻ 5 മിനിറ്റ് എക്സ്ട്രാ തരും. നിങ്ങളുടെ വീടിന്റെ ടെറസിലാണ് നിങ്ങൾക്ക് നെറ്റ് എങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ ടെറസിലോട്ട് പോവുക. നിങ്ങൾക്ക് ആ 5 മിനിറ്റ് ഞാൻ തരാം. പുറത്താ നെറ്റ് എങ്കിൽ നിങ്ങൾ ഒരു കസേര ഇട്ട് തണലത്ത് പോയി ഇരിക്കുക. കാരണം ഇല്ലെങ്കിൽ നിങ്ങൾ മിണ്ടാതിരിക്കും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എത്ര പേരെ വിളിച്ചു, ലാസ്റ്റ് സഹിയായിട്ട് 1 or 2 പേര് തന്നെ എപ്പോഴും ആൻസർ പറഞ്ഞിരിക്കും. അത് പറ്റില്ല, എല്ലാവരും എനിക്ക് ആൻസർ പറഞ്ഞിരിക്കണം. ഇനി നിങ്ങൾക്ക് ഞാൻ പഠിപ്പിക്കുന്ന മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ? ഉണ്ട്. ഞാനിപ്പോ ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ 5 ചാപ്റ്റർ തീർന്നു. ഞാൻ അത് വളരെ വേഗത്തിലാണോ എടുത്തത്, അതോ നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന രീതിയിലാണോ? രീതിയിലാണ്. ആ രീതിയിൽ തന്നെയാണ് ഞാൻ മുൻപോട്ട് പോകുന്നത്. എന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് പെൻഡിങ് ഇടരുത്. പെൻഡിങ് ഇട്ട് കഴിഞ്ഞാൽ അതായത് ഇപ്പൊ ഒരു ചാപ്റ്റർ, ഇപ്പൊ ഇന്ന് ഒരു ചാപ്റ്റർ പഠിപ്പിച്ച് അത് ബാക്കി ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ആദ്യ ഭാഗം അങ്ങ് മറന്നുപോകും. ആദ്യ ഭാഗത്തിന്റെ തന്നെ കണ്ടിന്യൂഷൻ അടുത്തത്. ചിലവര് അത് പഠിക്കും, ചിലര് പഠിക്കത്തില്ല. ഈ ഓപ്പൺ സ്കൂൾ ആയതുകൊണ്ട് നമുക്ക് ഫോഴ്സ് ചെയ്ത് പഠിക്കാനും പറ്റത്തില്ല. നിങ്ങൾ പഠിക്കും എന്നൊരു വിശ്വാസം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പെൻഡിങ് ഇടാത്ത ആ പാഠം അന്ന് തന്നെ അങ്ങ് തീർക്കുന്നത്. അപ്പൊ നിങ്ങൾ പഠിക്കുമല്ലോ. നമ്മളിനി സെക്കൻഡ് ലാസ്റ്റ് ചാപ്റ്റർ ആണ്. നമുക്കിനി ക്ലാസ് ബുധനാഴ്ചയാണ്. നെക്സ്റ്റ് ക്ലാസ് ബുധനാഴ്ച 7ാമത്തെ ചാപ്റ്റർ എടുക്കും. 7ാമത്തെ ചാപ്റ്റർ എടുക്കുന്നതിനൊപ്പം തന്നെ നമ്മൾ അന്ന് വൈൻഡപ്പ് ചെയ്യുകയാണ് 9ന്റെ കെമിസ്ട്രി. കൂട്ടത്തിൽ റിവിഷൻ ചെയ്യുന്നതുമാണ്. പിന്നെ ഒരു കാര്യം, നിങ്ങൾക്ക് ഇന്ന് പഠിപ്പിക്കാൻ പോകുന്ന ചാപ്റ്ററിന്റെ നോട്ട്സ്, അതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനുകളും അതിന്റെ ഉത്തരങ്ങളും ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ക്ലാസ് കഴിഞ്ഞത് കാണുക. എല്ലാരും കണ്ടായിരുന്നോ? അത് ഞാൻ ഇട്ട പിക്ചർ കണ്ടു. ഇതുവരെ പഠിപ്പിച്ച പാഠത്തിൽ എന്തെങ്കിലും സംശയമുണ്ടോ? എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് വരികയാണെങ്കിൽ കുഞ്ഞുങ്ങളെ നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ ബുധനാഴ്ചത്തെ ക്ലാസ്സിൽ നിങ്ങൾ അത് ചോദിക്കണം. നിങ്ങളുടെ ഒരു സംശയം മറ്റുള്ള കുട്ടികൾക്കും അത് ഉപകാരപ്രദമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ചോദിക്കണം. ഞാൻ പറഞ്ഞു തന്നിരിക്കും. ചോദിക്കുമോ ഇല്ലയോ? ഞാൻ എന്റെ പരമാവധി അനുസരിച്ചാണ് പഠിപ്പിച്ചത്. അപ്പൊ ഫുൾ സാറ്റിസ്ഫാക്ഷനിലോടാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. കാരണം നിങ്ങൾക്ക് ഡൗട്ട് വരാൻ സാധ്യതയില്ല ഞാൻ പഠിപ്പിച്ച ഭാഗത്തു നിന്ന്. ഒന്നും ഡൗട്ട്, ആ രീതിയിലാണ് ഞാൻ പഠിപ്പിച്ചത്. എന്നിട്ട് നിങ്ങൾക്ക് ആദ്യത്തെ ചാപ്റ്റർ ഇത്രയും ദിവസമല്ലേ, ഡൗട്ട് ഉണ്ടെങ്കിൽ വീണ്ടും ചോദിക്കുക. അപ്പൊ നമുക്ക് പറയാം. അപ്പൊ നമുക്ക് ഇന്ന് ചാപ്റ്ററിലോട്ട് പോകാം. നോൺ മെറ്റൽസ്, അലോഹങ്ങൾ, ചാപ്റ്റർ നമ്പർ 6. ഏത് ഗ്രൂപ്പിൽ പെടുന്നവരാണ് അലോഹങ്ങൾ? നമ്മൾ 4ാമത്തെ പാഠം പഠിച്ചതാണല്ലോ. ഏത് ഗ്രൂപ്പിൽ പെടുന്നവരാണ് അലോഹങ്ങൾ അല്ലെങ്കിൽ നോൺ മെറ്റൽസ് എന്ന് പറയുന്നത്? പറഞ്ഞേ. ഇപ്പൊ എല്ലാവരുടെയും നെറ്റ് പോയോ? അതോ പഠിച്ചില്ലയോ? നിങ്ങൾ എന്ത് തുറന്ന് പറഞ്ഞോ. നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ ഞാൻ പറയും ഉത്തരം, എന്നിട്ട് നമുക്ക് അതങ്ങ് ക്ലിയർ ചെയ്തിട്ട് പോവാം. നിങ്ങൾ അഥവാ നിങ്ങൾ പറയുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കൺഗ്രാജുലേഷൻ ചെയ്യാം. നിങ്ങളത് പറ. മറന്നുപോയെങ്കിൽ മറന്നുപോയി സാർ. നിങ്ങൾ പേടിക്കാതെ പറ. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? മറന്നുപോയി. ഓക്കെ, സാരമില്ല അഭിജിത്ത്. വേറെ ആരെങ്കിലും ഓർത്തെടുക്കുന്നുണ്ടോ? 6ാമത്തെ ഗ്രൂപ്പാണ്. 6ാമത്തെ ഗ്രൂപ്പ് അല്ല മോളെ, ഞാൻ പറഞ്ഞുതരാം. 13 തൊട്ട് 18 വരെയുള്ള ഗ്രൂപ്പ്, 13, 14, 15, 16, 17, 18 ഗ്രൂപ്പിലെ അംഗങ്ങളെയാണ് നോൺ മെറ്റൽസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അലോഹങ്ങൾ എന്ന് പറയുന്നത്. അതായത് ബോറോൺ ഫാമിലി, കാർബൺ ഫാമിലി, നൈട്രജൻ ഫാമിലി, ഓക്സിജൻ ഫാമിലി,
ഹാലജൻ ഫാമിലി, നോബിൾ ഗ്യാസ് ഫാമിലി. ഇത് ഇവരിത് എത്രയാണ്? നോബിൾ ഗ്യാസിനെ അങ്ങ് മാറ്റിയേക്ക്, ബാക്കി ഉള്ളവരെയാണ് നോൺ മെറ്റൽസ് എന്ന് പറയുന്നത്. ആ നോൺ മെറ്റൽസിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. ഇനി നമ്മുടെ അന്തരീക്ഷത്ത് പേജ് നമ്പർ 102 എടുക്കുക. നമ്മുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകങ്ങളുടെ ഒരു പൈ ഡയഗ്രമാണ്, പൈ ചാർട്ടാണ് നിങ്ങൾക്ക് പുസ്തകത്തിൽ തന്നിരിക്കുന്നത്. നമ്മുടെ അന്തരീക്ഷത്തിൽ PSC ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുന്നതാണ്, നമ്മളുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഏതാണ്, അല്ലെങ്കിൽ കമ്പോണന്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? നൈട്രജൻ. നൈട്രജൻ, വെരി ഗുഡ്. 78.08% നൈട്രജൻ ആണ്. രണ്ടാം സ്ഥാനത്താണ് ഓക്സിജന്, 20.95%. പിന്നാണ് ബാക്കിയുള്ള ആർഗൺ, കാർബൺ ഡൈ ഓക്സൈഡ്, മറ്റുള്ള ഗ്യാസുകളൊക്കെ വരുന്നത് അന്തരീക്ഷത്തിൽ. അതിൽ നൈട്രജന്റെയും ഓക്സിജന്റെയും ആണ് ഇമ്പോർട്ടൻറ്റ്. കാരണം PSC ചോദ്യം, നിങ്ങൾക്ക് 9ലെ പരീക്ഷയ്ക്ക് ചോദിച്ചില്ലെങ്കിൽ PSCക്ക് ചോദിക്കുന്ന ചോദ്യമാണ് നൈട്രജൻ. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ പെടുന്ന കമ്പോണന്റ് ഏതാണ്, ഘടകം ഏതാണ്? നൈട്രജൻ. അതിന്റെ ശതമാനം പഠിച്ചു വെക്കുക. മനസ്സിലായല്ലോ? രണ്ടാം സ്ഥാനത്താണ് ഓക്സിജൻ. ആരും ഓക്സിജന് കയറി കറുപ്പിക്കരുത്. PSC ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ബബിൾ ചെയ്യാനുള്ളതാണ്. അപ്പൊ നൈട്രജൻ ആണ്. അതൊരു ക്വിസ് ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ആർ ദ ഗ്യാസ് കണ്ടെയ്ൻ ദ അറ്റ്മോസ്ഫിയറിക് എയർ? അതാണ് ആ ടേബിൾ അവിടെ കൊടുത്തിരിക്കുന്നത്. അതില് വിച്ച് ഈസ് ദ മോസ്റ്റ് അബണ്ടന്റ് ഗ്യാസ് ഇൻ ദ അറ്റ്മോസ്ഫിയറിക് എയർ എന്നൊരു ചോദ്യമുണ്ട്. അതാണ് നൈട്രജൻ. ഇനി നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്, ഇതെല്ലാം നമ്മൾ കഴിക്കുമല്ലോ. നിങ്ങൾ ബയോളജി പഠിച്ചിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് ഇല്ലയോ? ചോറ് അല്ലേ? അതൊക്കെയല്ലേ കാർബോഹൈഡ്രേറ്റിന് എക്സാമ്പിള്? ആണോ? അതെ. അപ്പൊ കാർബോഹൈഡ്രേറ്റ്, നമ്മൾ കഴിക്കുന്ന ചോറിനകത്ത് കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. അതിനകത്ത് ഏതൊക്കെ എലമെന്റ്സ് ആണുള്ളത്? കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. അതുപോലെ തന്നെ പ്രോട്ടീനകത്തും കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ, പിന്നെ ഒരു അഡീഷണൽ ആയിട്ടുണ്ട് നൈട്രജൻ ഉണ്ട്. പിന്നെ ഫാറ്റ്, കൊഴുപ്പ്, അതായത് നമ്മുടെ ഓയിലി സബ്സ്റ്റൻസിനകത്തൊക്കെ കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പൾസസ്, പയറുവർഗ്ഗത്തിൽ ചേരുന്നതല്ല. അപ്പൊ നിങ്ങൾ ആ കമ്പോണൻസ് എല്ലാം എന്തൊക്കെയാന്ന് പഠിക്കുക. അതിലെ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എല്ലാ ഫുഡ് ഐറ്റംസിനകത്തും ഉണ്ട്. ഇനി അടുത്ത നിങ്ങൾക്ക് പഠിക്കാനുള്ളത് PVCയും പോളിത്തീനും. PVC, എല്ലാവരും PVC പൈപ്പ് എന്ന് കേട്ടിട്ടുണ്ടല്ലോ? ഉണ്ട്. അപ്പൊ PVC എന്ന് വെച്ചാൽ പോളി വിനൈൽ ക്ലോറൈഡ്. പേര് മാത്രം പഠിച്ചു വെക്കുക. നിങ്ങൾക്ക് അവിടെ ഡെഫിനിഷൻ ആയിട്ടില്ല. പോളി വിനൈൽ ക്ലോറൈഡ്, PVC, പോളി വിനൈൽ ക്ലോറൈഡ്, പോളിത്തീൻ. 10ാം ക്ലാസ്സിൽ PVCയും പോളിത്തീനും ഒക്കെ എങ്ങനെ ഉണ്ടാവുന്നതെന്ന് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഇപ്പൊ നിങ്ങൾ പേര് പഠിക്കുക. പോളിമറൈസേഷൻ റിയാക്ഷൻ വഴിയാണ്, ഓർഗാനിക് കെമിസ്ട്രിയാണ്, പോളിമറൈസേഷൻ റിയാക്ഷൻ വഴിയാണ് PVC, പോളിത്തീൻ ഒക്കെ ഉണ്ടാകുന്നത്. നമുക്ക് അടുത്ത വർഷം പഠിക്കാം. അപ്പൊ PVCക്കകത്തുള്ള എലമെന്റ്സ് ഏതൊക്കെയാണ്? കാർബൺ, ഹൈഡ്രജൻ, ക്ലോറിൻ. PVCക്കകത്തുള്ള ഏതാണ്? മുൻ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. വാട്ട് ആർ ദ എലമെന്റ്സ് പ്രസന്റ് ഇൻ PVC ആൻഡ് വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് PVC? PVC ഈസ് polyvinyl chloride and it contains the elements carbon, hydrogen and chlorine. Then polythene ബാഗുകൾ എന്ന് കേട്ടിട്ടുണ്ടല്ലോ, പോളിത്തീൻ കവറുകൾ എന്നൊക്കെ ഉണ്ടോ? കേട്ടിട്ടുണ്ട്. അതിനകത്തുള്ളത് എന്താണ്? കാർബൺ, ഹൈഡ്രജൻ. ഓക്കെ, ഇത് ഇത്രയാണ് നിങ്ങൾക്ക് ഒരു ജസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ. അപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞ എന്താണ്? അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന വാതകം അല്ലെങ്കിൽ ഗ്യാസ് എന്ന് പറയുന്നത് നൈട്രജൻ ആണ്. അതിനുശേഷമാണ് ഓക്സിജൻ വരുന്നത്. പിന്നെ നമ്മുടെ ഫുഡ് മെറ്റീരിയൽസ്, എലമെന്റ്സിനകത്തുള്ള കാര്യങ്ങളാണ് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്. അതിനകത്തുള്ള എലമെന്റ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. PVC, പോളിത്തീൻ എന്ന PVC, പോളിത്തീൻ എന്ന് പറയുന്നത് പ്ലാസ്റ്റിക്കിന്റെ ഫോമാണ്. PVCയും പോളിത്തീനും അതിനകത്തുള്ള കമ്പോണൻസും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിൽ നമ്മൾ കൂടുതലായിട്ടും കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, അല്ലേ, നൈട്രജൻ, ക്ലോറിൻ, ഇത്രയും കാര്യങ്ങളല്ലേ? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്, PVC, പോളിത്തീൻ. ഇതിനകത്ത് കോമൺ ആയിട്ടുള്ള ഇത്രയല്ലായിരുന്നോ? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ക്ലോറിൻ. ഇത്രയും പേരെ കുറിച്ചേ പറഞ്ഞുള്ളല്ലോ. ഇവരെല്ലാവരും എന്താണ്? എന്തിന് എക്സാമ്പിൾ ആണ്? നോൺ മെറ്റൽസ്, അലോഹങ്ങൾക്ക് എക്സാമ്പിൾ ആണ്. ഹൈഡ്രജന്റെ ആകെ ഒറ്റ ഇലക്ട്രോണേ ഉള്ളൂ, മാസ് നമ്പർ 2. അതുകൊണ്ട് മാത്രമാണ്, ഒറ്റ ഇലക്ട്രോണേ ഉള്ളത് കൊണ്ട് മാത്രമാണ് അതിനെ ഫസ്റ്റിൽ ഒക്കുപ്പൈ ചെയ്തത്. ബാക്കി ഇവർക്കൊക്കെ അത് കാർബൺ ആണ് 6 എണ്ണം, ഓക്സിജൻ ആണ് 8 എണ്ണം, നൈട്രജൻ ആണ് 7 എണ്ണം, ക്ലോറിന് 17 എണ്ണം. അപ്പൊ അതിന്റെ നമ്പർ വെച്ചാണ് ഇങ്ങോട്ട് വലത്തെ അറ്റത്തോട്ട് മാറിയത്. ഇടത്തെ അറ്റം മുകളിൽ ഹൈഡ്രജൻ ഒരെണ്ണേ ഉള്ളത് കൊണ്ട് മാത്രം പ്രത്യേകം ഇട്ടേക്കാണ്. അത് ആൽക്കലി മെറ്റൽസിന്റെ കൂട്ടത്തിലാണോ ഹൈഡ്രജൻ ഇട്ടേക്കുന്നത്? നിങ്ങൾ 4ാമത്തെ ചാപ്റ്ററിൽ പീരിയോഡിക് ടേബിൾ കിടപ്പുണ്ട്, അതിൽ നോക്കണം. 1ാമത്തെ ഗ്രൂപ്പിലെ ആൾക്കാരെയാണ് ആൽക്കലി മെറ്റൽസ്. അവരുടെ തൊട്ട് മുകളിലാണ് ഹൈഡ്രജനെ ഇട്ടിരിക്കുന്നത്. പക്ഷെ ഹൈഡ്രജനും ആൽക്കലി മെറ്റൽസും കൂടെ ഒന്നിച്ച് മുട്ടിപ്പിച്ചിട്ടില്ല. അവരവിടെ ഒരു സെപ്പറേഷൻ ഇട്ടിട്ടുണ്ട്.
കാരണം ഹൈഡ്രജൻ നോൺ മെറ്റൽ ആയതുകൊണ്ട്. ഇനി നിങ്ങൾക്ക് ആദ്യമായിട്ട് പഠിക്കാനുള്ള ഇതാണ്, ഓരോ എലമെന്റിനെയും കുറിച്ച് പഠിക്കണം. നിങ്ങൾക്ക് ആദ്യം പഠിക്കാനുള്ളത് ഹൈഡ്രജൻ ഗ്യാസിനെ കുറിച്ചാണ്. ഹൈഡ്രജൻ ഗ്യാസ് എന്ന് പറയുന്നത് 1766 ഹെൻറി കാവൻഡിഷ് എന്ന ബ്രിട്ടീഷ് സയന്റിസ്റ്റ് ആണ് ഹൈഡ്രജനെ കുറിച്ച് പറഞ്ഞത്. അപ്പോൾ എങ്ങനെയാണ് ഹൈഡ്രജൻ ഉണ്ടാവുന്നതെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞാണല്ലോ. എങ്ങനെയാ ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാവുന്നത്? ഒരു മെറ്റലും ഒരു ആസിഡും കൂടെ വെരി ഗുഡ് അമൃത. ഒരു മെറ്റലും ഒരു ആസിഡും കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ പുറത്തു വരുന്ന വാതകമാണ് ഹൈഡ്രജൻ. ഹൈഡ്രജനാണ് തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? അത് കത്തും, ഇറ്റ്സ് ഇൻഫ്ലേമബിൾ, അത് കത്തും. അതുപോലെ തന്നെ അതിന് എന്തുണ്ട്? ഒരു പൊട്ടിത്തെറിക്കുന്ന പോലെ ഒരു ശബ്ദമുണ്ട്, ഒരു പോപ്പ് ലൈക്ക് സൗണ്ടും ഉണ്ട്. ആണല്ലോ, പറഞ്ഞ മനസ്സിലായല്ലോ? ആണ്. അതിന് ഉദാഹരണമാണ് ലെറ്റസ് പ്രിപ്പയർ ഹൈഡ്രജൻ. ഇനി ഹൈഡ്രജനെ പ്രിപ്പയർ ചെയ്യാന്ന് പറഞ്ഞ ഒരു ഇക്വേഷൻ അവിടെ ഒരു സിങ്കും ഹൈഡ്രോക്ലോറിക് ആസിഡും പ്രവർത്തിച്ചു. കണ്ടല്ലോ ഇക്വേഷൻ പേജ് നമ്പർ 103. Zn+2HCl gives ZnCl2+H2. നിങ്ങൾ കണ്ടല്ലോ? കണ്ടു. നോക്കിക്കേ, സിങ്കും ഹൈഡ്രോക്ലോറിക് ആസിഡൂടെ പ്രവർത്തിച്ചപ്പോൾ സിങ്ക് ക്ലോറൈഡും കിട്ടി, ഹൈഡ്രജൻ ഗ്യാസിനെ പുറത്തു കളയുകയും ചെയ്തു. അങ്ങനെ നമുക്ക് ഹൈഡ്രജനെ കിട്ടി. ഇതിൽ നിന്ന് നമുക്ക് പറയാം, ഒരു മെറ്റലും ഒരു ആസിഡും കൂടെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഏത് ഗ്യാസ് പുറത്തു വരും? ഹൈഡ്രജൻ ഗ്യാസ് പുറത്തു വരും. ഹൈഡ്രജൻ ആണ് തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? അത് ഒരു എന്തെങ്കിലും അത് ഒരു കത്തുന്ന എന്തെങ്കിലും സാധനങ്ങൾ അത് ഒന്ന് ഇൻഫ്ലെയിം ഒന്നുകൂടെ കത്തും. ദെൻ ഒരു പോപ്പിലേക്ക് അല്ലെങ്കിൽ ഒരു മാച്ച് സ്റ്റിക്ക് കൊണ്ടുവന്ന് വെച്ചാലും മതി, ഒരു തീപ്പെട്ടിക്കൊള്ളി കൊണ്ടുവന്ന് വെച്ചാലും മതി, അത് കത്തും. അതുപോലെ ഒരു പോപ്പിലേക്ക് സൗണ്ട്, ഒരു പൊട്ടിത്തെറിക്കുന്ന ഒരു ശബ്ദവും കേൾക്കും. ഇനി നിങ്ങൾ ആ ഇക്വേഷനകത്തോട്ട് നോക്കിക്കേ, Zn+2HCl gives ZnCl2+H2. കണ്ടോ? എല്ലാരും കണ്ടോ? കണ്ടു. അപ്പോൾ അതിനകത്തെ റിയാക്ടന്റ് ആരൊക്കെയാണ്? പ്രവർത്തിക്കുന്നത് ആരൊക്കെയാണ്? സിങ്കും ഹൈഡ്രജനും ക്ലോറിൻ. ഹൈഡ്രജൻ ക്ലോറിൻ അല്ല, ഹൈഡ്രോക്ലോറിക് ആസിഡും. സിങ്കും ഹൈഡ്രോക്ലോറിക് ആസിഡും ആണ് റിയാക്ടൻസ്. അതെ. കിട്ടുന്ന പ്രോഡക്ട്സ് എന്താണ്? ഉൽപ്പന്നം എന്താണ്? സിങ്ക് ക്ലോറൈഡും ഹൈഡ്രജനും. നോക്കിക്കേ, സിങ്കും ഹൈഡ്രോക്ലോറിക് ആസിഡൂടെ പ്രവർത്തിച്ചപ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡിലെ എച്ചിന്റെ സ്ഥലത്ത് സിങ്ക് കയറിയിരിക്കുകയും ആ എച്ചിനെ പുറത്ത് നീക്കം ചെയ്യുകയും ചെയ്തു. പറഞ്ഞത് മനസ്സിലായോ? സിങ്കും HCl മാത്രം എടുക്കുക, കിട്ടിയ പ്രോഡക്റ്റ് നോക്കുക. അപ്പോൾ എന്താണ് പ്രോഡക്റ്റിൽ വന്നിരിക്കുന്നത്? HCl നിന്ന് എച്ചിനെ മാറ്റി ആ എച്ചിന്റെ സ്ഥലത്ത് സിങ്ക് കയറിയിരുന്നു. ആ എച്ചിനെ അവര് മാറ്റം ചെയ്തു. കണ്ടോ? മനസ്സിലായോ? പറഞ്ഞത് മനസ്സിലായോ? സിങ്കും HClൂടെ പ്രവർത്തിച്ചപ്പോൾ HClന്റെ എച്ചിനെ എടുത്ത് സിങ്ക് കളഞ്ഞിട്ട് ആ എച്ചിന്റെ സ്ഥലത്ത് കയറി സിങ്ക് കയറിയിരുന്നു. അങ്ങനെ അവൻ സിങ്ക് ക്ലോറൈഡുമായി ആ എച്ചിനെ പുറത്ത് കളഞ്ഞു, അതായത് ഹൈഡ്രജൻ ഗ്യാസ് ആയിട്ട് പ്രവർത്തിച്ചു കളഞ്ഞു. ഇതിനെയാണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ അല്ലെങ്കിൽ ആദേശ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയാം. ഒരാളെ മാറ്റി പകരം ഒരാളെ ഇടുക, അതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലെ ഡിസ്പ്ലേസ്മെന്റ്. അയാളെ നീക്കം ചെയ്യുക അല്ലെ. അപ്പൊ ഇവിടെ ആരെയാണ് നീക്കം ചെയ്തത്? സിങ്ക് ആൻഡ് HCl ആരെയാണ് നീക്കം ചെയ്തത്? ഡിസ്പ്ലേസ് ചെയ്തത് ആരെയാണ് നീക്കം ചെയ്തത്? ഹൈഡ്രജനെയാണ് നീക്കം ചെയ്തത്. ആരാണ് അതിൽ കയറി ഒക്കുപ്പൈ ചെയ്തത്? സിങ്ക് കയറി ഒക്കുപ്പൈ ചെയ്തു. അപ്പൊ ഇത് എന്തിന് ഉദാഹരണമാണ്? ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ അല്ലെ ആദേശ പ്രവർത്തനത്തിന് ഉദാഹരണമാണ്. മനസ്സിലായോ എന്താണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന്? എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായി. അടുത്ത പേജിൽ കുറച്ച് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷന് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. മഗ്നീഷ്യം ഹൈഡ്രോക്ലോറിക് ആസിഡ്. കണ്ടോ നിങ്ങൾ പേജ് നമ്പർ 104? മഗ്നീഷ്യം ഹൈഡ്രോക്ലോറിക് ആസിഡൂടെ പ്രവർത്തിച്ചപ്പോൾ മഗ്നീഷ്യം ക്ലോറൈഡും ഹൈഡ്രജനും കിട്ടി. അപ്പൊ നമുക്ക് ഹൈഡ്രജനെ അവിടെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റി. എന്താണ് അവിടെ നടന്നത്? ഹൈഡ്രോക്ലോറിക് ആസിഡിൽ നിന്ന് ഹൈഡ്രജനെ മാറ്റി ആ സ്ഥലത്തോട്ട് മഗ്നീഷ്യം കയറിയിരുന്നു. ദാറ്റ് ഈസ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. തൊട്ട് താഴെ നോക്കിക്കേ, സിങ്കും സൾഫ്യൂരിക് ആസിഡോടെ പ്രവർത്തിച്ചപ്പോൾ സൾഫ്യൂരിക് ആസിഡിലെ ഹൈഡ്രജനെ മാറ്റി സിങ്ക് കയറിയിരുന്നു. ആണല്ലോ? മനസ്സിലാവുന്നുണ്ടോ പറയുന്നേ? മനസ്സിലാവുന്നുണ്ട് സാർ. ഇതിനെയാണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഒരാൾ ഇരിക്കേണ്ടടുത്ത് അയാളെ ഇരുത്താതെ അയാളെ എടുത്ത് മാറ്റിക്കളഞ്ഞിട്ട് വേറൊരുത്തൻ കയറി ഇരിക്കുക. അതിനെയാണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ അല്ലെങ്കിൽ ആദേശ രാസപ്രവർത്തനം അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായോ? വേറെ അതിന്റെ താഴെ വേറെ ആസിഡ് മാത്രമല്ല, സിങ്കും കോപ്പർ സൾഫേറ്റിലൂടെ പ്രവർത്തിക്കുമ്പോൾ കോപ്പർ സൾഫേറ്റിൽ നിന്ന് കോപ്പറിനെ എടുത്തു മാറ്റി പകരം ആ സ്ഥലത്ത് സിങ്ക് കയറിയിരുന്നു. ദിസ് ഈസ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ.
ഓക്കെ, പിടികിട്ടിയല്ലോ. ആ, ഓക്കെ നിങ്ങൾ 10ാം ക്ലാസ്സിൽ ചെല്ലുമ്പോൾ നാളെ ഞാൻ 10ാം ക്ലാസ്സിന് ക്ലാസ് എടുക്കാം. നാളെ ഞാൻ 10ാം ക്ലാസ്സിന് ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ അവരെ ഇതിന്റെ ബാക്കി പഠിപ്പിക്കും. എന്തുകൊണ്ടാണ് സിങ്ക് കയറി കോപ്പറിന്റെ സ്ഥലത്തിരുന്നതെന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ നിങ്ങൾക്ക്. കോപ്പറിനെ എടുത്ത് മാറ്റി സിങ്ക് കയറിയിരുന്നു. എന്തിന് കോപ്പറിനെ എടുത്ത് മാറ്റി എന്നുള്ളത് ഞാൻ നാളെ 10ാം ക്ലാസ്സിനെ പഠിപ്പിക്കാൻ പോവാം. അപ്പൊ നിങ്ങൾക്ക് അത് 10ൽ ചെല്ലുമ്പോൾ പഠിക്കാൻ പറ്റും. ഓക്കെ, ഇലക്ട്രോ കെമിസ്ട്രി 3ാമത്തെ ചാപ്റ്ററിലാണ് അത്. ഓക്കെ, കണ്ടിന്യൂ ചെയ്യട്ടെ. ഓക്കെ ഓക്കെ, ഇനി അടുത്ത സം റിയാക്ഷൻസ് ഓഫ് ഹൈഡ്രജൻ. ഹൈഡ്രജന്റെ കുറച്ച് റിയാക്ഷൻസ് നമുക്ക് പഠിക്കാം. ആദ്യത്തെ റിയാക്ഷൻ ഹൈഡ്രജനും ഓക്സിജനും കൂടെ കമ്പൈൻ. എന്തായിരിക്കും നിങ്ങൾക്ക് തന്നെ അറിയാം. ഹൈഡ്രജനും ഓക്സിജനും കൂടെ കമ്പൈൻ ചെയ്ത് എന്താണ് ഉണ്ടാവുന്നത്? രണ്ടും കൂടെ കൂടിച്ചേർന്ന് എന്താ ഉണ്ടാവുന്നത്? വാട്ടർ. അതൊരു എക്സോതെർമിക് റിയാക്ഷനും കൂടെയാണ്. അതായത് കുറച്ച് ഹൈഡ്രജനും ഓക്സിജനും കൂടെ പ്രവർത്തിക്കുമ്പോൾ കുറച്ച് ചൂടും പുറത്തോട്ട് വരുന്നുണ്ട്. അത് നമ്മൾ ടെസ്റ്റ് ട്യൂബിൽ, അത് നമ്മൾ എന്താണ് ലാബിൽ ചെയ്യുമ്പോഴേ നമുക്ക് ചൂടുണ്ടോ എന്ന് അറിയാൻ പറ്റത്തുള്ളൂ. കാരണം ചൂടുണ്ട്. അത് അറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് നമ്മൾ ആ ടെസ്റ്റ് ട്യൂബ് ഒന്ന് തൊട്ട് നോക്കും. ടെസ്റ്റ് ട്യൂബ് തൊട്ട് നോക്കുമ്പോൾ ചൂട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അവിടെ ഹീറ്റിനെ അത് പുറത്ത് കളയുന്നു. അപ്പോൾ ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്യുമ്പോൾ വാട്ടർ ആണെന്ന് 8ാം ക്ലാസ് തൊട്ട് നിങ്ങൾ പഠിക്കുന്നതാണല്ലോ, അറിയാവുന്നതാണല്ലോ. ആണ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളതാണ് കോമ്പിനേഷൻ റിയാക്ഷൻ. 2 എലമെന്റ്സ് തമ്മിൽ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പുതിയൊരു കോമ്പൗണ്ട് ഉണ്ടാകുകയാണെങ്കിൽ അതിനെയാണ് കോമ്പിനേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഹൈഡ്രജൻ എന്നൊരു എലമെന്റും ഓക്സിജൻ എന്ന എലമെന്റും രണ്ടും 2 ആൾക്കാരായിരുന്നു. അവരെ രണ്ടും കൂടെ യോജിപ്പിച്ചപ്പോൾ ഒരു പുതിയൊരു കോമ്പൗണ്ട് കിട്ടി. അതാണ് വാട്ടർ. അതിനെയാണ് കോമ്പിനേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് അടുത്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഹൈഡ്രജനും ക്ലോറിനും. ഹൈഡ്രജനും ക്ലോറിനും കൂടെ ഒന്നിപ്പിച്ചപ്പോൾ, കമ്പൈൻ ചെയ്തപ്പോൾ, ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ്, സൂര്യപ്രകാശത്തിൽ ഒന്നിപ്പിച്ചപ്പോൾ അത് ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ല, ഹൈഡ്രജൻ ക്ലോറൈഡ് കിട്ടി. ഓക്കെ, ഇതും ഒരു കോമ്പിനേഷൻ റിയാക്ഷൻ ആണ്. മനസ്സിലായോ? കുറച്ച് കോമ്പിനേഷൻ റിയാക്ഷന്റെ ഉദാഹരണങ്ങളും തന്നിട്ടുണ്ട്. നൈട്രജനും ഹൈഡ്രജനും കൂടെ കമ്പൈൻ ചെയ്തപ്പോൾ, ഒന്നിപ്പിച്ചപ്പോൾ പുതിയൊരു കോമ്പൗണ്ട് കിട്ടി, അമോണിയ NH3. മഗ്നീഷ്യം ഓക്സിജനും രണ്ടും 2 ആയിരുന്നു. അവയെ രണ്ടും കൂടെ ഒന്നിച്ചപ്പോൾ ദാണ്ട പുതിയൊരെണ്ണം കിട്ടി, മഗ്നീഷ്യം ഓക്സൈഡ്. എല്ലാവർക്കും മനസ്സിലായോ പറഞ്ഞത്? മനസ്സിലായി. ഇനി അടുത്തതാണ്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഹൈഡ്രജന്റെ കുറച്ച് ഉപയോഗങ്ങൾ. ഹൈഡ്രജന്റെ ഉപയോഗം എന്തൊക്കെയാ അറിയാം? ഉത്സവ പറമ്പിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്തായിരിക്കും ഹൈഡ്രജന്റെ ഉപയോഗം കാണുന്നത്? ഹൈഡ്രജൻ ബലൂൺ. അതെ തന്നെ, ഹൈഡ്രജൻ ബലൂൺ. അതെ, ഹൈഡ്രജൻ ബലൂൺസിൽ ഫില്ല് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഗ്യാസ് ഹൈഡ്രജൻ ആണ്. പിന്നെ ഇനി വേറൊരെണ്ണം അമോണിയ. അമോണിയ എന്ന് പറയുന്നത് ഒരു വളമാണ്. അപ്പൊ അമോണിയയുടെ പ്രിപ്പറേഷനിലും മെഥനോളിന്റെ പ്രിപ്പറേഷനിലും ഉണ്ടാക്കലിനും ഹൈഡ്രജനെ വേണ്ട ആളാണ്. അൺസാച്ചുറേറ്റഡ് ഓയിൽസിനെ ടു സാച്ചുറേറ്റ് അൺസാച്ചുറേറ്റഡ് ഓയിൽസ്. എന്താണ് അൺസാച്ചുറേഷനും സാച്ചുറേഷനും ഒക്കെ നിങ്ങൾക്ക് അടുത്ത വർഷം പഠിക്കുള്ളൂ. ഇപ്പൊ കേട്ട് പഠിക്കുക, തിയറി പഠിക്കുക, ബാക്കി ഡീറ്റെയിൽഡ് അടുത്ത വർഷമുള്ളൂ. അൺസാച്ചുറേറ്റഡ് സോയിലിനെ സാച്ചുറേറ്റ് ആക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. പിന്നെ ഒരു ഫ്യുവലായിട്ട് ഉപയോഗിക്കുന്നു. ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നു. എന്നാൽ അടുത്ത പേജിൽ നിങ്ങൾ നോക്കുക, ഫ്യുവൽ സെൽ. അത് എന്തിനാണ് ഫ്യുവൽ സെൽ ഉപയോഗിക്കുന്നത് വെച്ചാൽ ഹൈഡ്രജനെ ഫ്യുവലായിട്ട് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊല്യൂഷൻ ഉണ്ടാക്കത്തില്ല. മറ്റുള്ളതിനെക്കാട്ടി ആ മറ്റുള്ളതിനെക്കാട്ടി നല്ല എഫിഷ്യൻസി ആയിരിക്കും. പക്ഷേ ഹൈഡ്രജൻ ആ ഫ്യുവൽ നമ്മൾ വളരെയധികം ഉപയോഗിക്കുന്നില്ല. കാരണം എന്താണ്? കുറഞ്ഞു വരികയാണ്. കാരണം എന്താണ്? കാരണം എന്ന് വെച്ചാൽ ഇത്രയാണ്, ഹൈഡ്രജനെ സൂക്ഷിച്ചു വെക്കാൻ പറ്റത്തില്ല, അസാധ്യമാണ്. കാരണം എന്തെങ്കിലും ഒരു ലീക്കേജ് വന്നു കഴിഞ്ഞാൽ പൊട്ടിത്തെറി സംഭവം, ആളപായം ഉണ്ടാകും. ഈ ഒരൊറ്റ കാരണം പരിഹരിച്ചാൽ മതി, ഹൈഡ്രജനെ നമുക്ക് ഫ്യൂവലായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഈ അന്തരീക്ഷ മലിനീകരണം, അതായത് നമ്മൾ ഇപ്പം പെട്രോളൊക്കെ യൂസ് ചെയ്താണ് വണ്ടി പ്രവർത്തിക്കുന്നത്, അത് മാറ്റി ഹൈഡ്രജൻ ഫ്യൂവൽ ഉപയോഗിച്ച് വെഹിക്കിൾസ് ഒക്കെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പൊല്യൂഷൻ ഫ്രീ ആയിട്ട് നമുക്ക് എന്താണ് നമ്മുടെ ലൈഫ് മുൻപോട്ട് വേണം. പക്ഷേ ഹൈഡ്രജൻ ഫ്യൂവൽ എന്താ ഉപയോഗിക്കാത്തതിന് കാരണം അതിന്റെ പ്രൊട്ടക്ഷൻ, അല്ലെങ്കിൽ ഹൈഡ്രജനെ ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട്, അതിനെ സ്റ്റോർ ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. എന്താ സ്റ്റോർ ചെയ്യാനുള്ള ബുദ്ധിമുട്ട്? ഒരു ചെറിയ എന്തെങ്കിലും ഒരു കൈപ്പിഴവ് മതി വലിയൊരു എക്സ്പ്ലോഷന് സാധ്യത, ആളിക്കത്തൽ അല്ലെങ്കിൽ ആളിപ്പിടി, ആളപായത്തിന് കാരണം. ഈ ഒരു കാരണം കൊണ്ടാണ് ഹൈഡ്രജൻ ഫ്യൂവൽ ഉപയോഗിക്കാത്തത്. എന്നാൽ ഫ്യൂവലായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ ഹൈഡ്രജന്റെ പ്രധാന ഉപയോഗം അത് ഫ്യൂവലായിട്ട് ഉപയോഗിക്കാം, അമോണിയയുടെയും മെഥനോളിന്റെയും പ്രിപ്പറേഷനിൽ ഉപയോഗിക്കാം, അൺസാച്ചുറേറ്റഡ് ഓയിൽസിനെ സാച്ചുറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കാം, ഹൈഡ്രജൻ ബലൂൺസിലൊക്കെ ഉപയോഗിക്കും, അതുപോലെ തന്നെ ഫ്യൂവൽ സെല്ലിലും ഉപയോഗിക്കും. പിന്നെ ഹൈഡ്രജൻ എന്ന് പറയുന്നത് വളരെ പ്ലെന്റി ആയിട്ടുള്ള ഒരു എലമെന്റും കൂടെ ആണ്. പക്ഷെ ഇതാണ് കാരണം. എല്ലാവർക്കും മനസ്സിലായോ പറഞ്ഞത്?
മനസ്സിലായി 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 മനസ്സിലായി. ഇനി നമുക്ക് പഠിക്കാനുള്ളത് അടുത്ത ആളെയാണ് ഓക്സിജൻ. എല്ലാവർക്കും ഹൈഡ്രജനെ കുറിച്ച് മനസ്സിലായോ? പ്രത്യേകിച്ച് പാടൊന്നും ഇല്ലല്ലോ ഹൈഡ്രജൻ. അപ്പൊ നമ്മൾ രണ്ട് റിയാക്ഷൻ പഠിച്ചു. ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷനും പഠിച്ചു, കോമ്പിനേഷൻ റിയാക്ഷനും പഠിച്ചു. അതിൽ രണ്ടിലും സംശയമില്ലല്ലോ നിങ്ങൾക്ക്? ഇല്ല. ഓക്കെ. ഇനി നിങ്ങൾക്ക് ഹൈഡ്രജന്റെ ഭാഗത്തുനിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ അത് നോക്കി വായിച്ചാൽ മതി. ഞാനിപ്പോ ഈ പറഞ്ഞ തന്നെ കാര്യം തന്നെയാണ് അവിടെ. എന്തുകൊണ്ടാണ് ഹൈഡ്രജനെ ഫ്യൂവലായിട്ട് ഇപ്പോൾ ഉപയോഗിക്കാത്തതിന് കാരണം ഇതേ ഉള്ളൂ. ട്രാൻസ്പോർട്ടേഷന് സ്റ്റോറേജിന് ഹൈഡ്രജൻ പറ്റത്തില്ല. കാരണം അതിന്റെ ഹൈ ഇൻഫ്ലോ എന്തെങ്കിലും ഒരു പോരായ്മ മതി ആളിക്കത്തലിന് സാധ്യതയുണ്ട്. ഇനി അടുത്തെയാണ് ഓക്സിജൻ. ഓക്സിജന്റെ പ്രധാന ഉപയോഗം എന്തുവാ? എല്ലാവർക്കും അറിയാം. എന്താണ് ഓക്സിജന്റെ പ്രധാന ഉപയോഗം? ശ്വസിക്കാൻ സഹായിക്കുന്നു. ശ്വസിക്കാൻ, അതെ, ബ്രീത്തിങ്. ഓക്സിജൻ അല്ലേ നമുക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഓക്സിജന്റെ പ്രധാന യൂസ് അല്ലെങ്കിൽ എന്താ നമ്മൾ എന്തിനാ ഉപയോഗിക്കുന്നത്? ബ്രീത്തിങ്ങിന് തന്നെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ കത്തിക്കാനും അല്ലേ, വിറകൊക്കെ കത്തിക്കാനോ എന്തെല്ലാം നമ്മൾ ഫോർ കമ്പഷൻ കത്തിക്കണമെങ്കിൽ എന്തും വേണം? ഓക്സിജൻ വേണം. അല്ലെങ്കിൽ കത്തുവോ? ഇല്ല. എന്തുകൊണ്ടാ ഹൈഡ്രജനെ കത്തിക്കാൻ ഉപയോഗിക്കാത്തത്? ആളിക്കത്തും, പൊട്ടിത്തെറി സംഭവിക്കും. അതുകൊണ്ടാണ് ഹൈഡ്രജനെ ഉപയോഗിക്കാത്ത ഓക്സിജൻ. അപ്പൊ ഓക്സിജനെ കണ്ടുപിടിച്ചത് 1774 ജോസഫ് പ്രീസ്ലി എന്നൊരു സയന്റിസ്റ്റ് ആണ്. പക്ഷേ അദ്ദേഹം ഓക്സിജൻ എന്ന പേര് കണ്ടുപിടിച്ചത് ജോസഫ് പ്രീസ്ലി ആണെങ്കിലും ഓക്സിജൻ എന്ന പേര് കൊടുത്തത് ഫ്രഞ്ച് സയന്റിസ്റ്റ് ആയ ലവോസിയർ ആണ്. ലവോസിയർ ആരാന്നൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇനിയും ഞാൻ പറഞ്ഞു തരുന്നില്ല. 4ാമത്തെ ചാപ്റ്ററിൽ ഉള്ള ഒരാളാണ് ലവോസിയർ. അറിയാലോ? അറിയാം. ഓക്കെ. ഇനി ഓക്സിജൻ ഉള്ള സാധനങ്ങൾ. ഒന്ന് ഗ്ലൂക്കോസ് ഇല്ലേ, C6H12O6. 106 ഇക്വേഷൻ അതിന്റെ ഫോർമുല കിടപ്പുണ്ട്. C6H12O6. ഓക്സിജൻ നമ്മൾ കെമിക്കൽ ഫോർമുല എഴുതുമ്പോൾ O എവിടെ കാണുന്നോ അവിടെ എല്ലാം ഓക്സിജൻ ഉണ്ട്. ആദ്യത്തെ ആളാണ് ഗ്ലൂക്കോസ്. അതിന്റെ താഴെ കോപ്പർ ഓക്സൈഡ്, കാൽസ്യം കാർബണേറ്റ്, മഗ്നീഷ്യം ഓക്സൈഡ്, അതെല്ലാം ഓക്സിജൻ ഉള്ള ആളാണ്. വാട്ടർ, സൾഫ്യൂരിക് ആസിഡ്, ഇതിനകത്തെല്ലാം എന്തുണ്ട്? ഓക്സിജൻ ഉണ്ട്. ഇനി ഓക്സിജൻ നമ്മുടെ എർത്ത് പേജ് നമ്പർ 107 ആ ജോസഫ് പ്രീസ്ലിന്റെ തൊട്ട് വലതുവശത്ത് ഒരു ബോക്സ് ഉണ്ട്. അതിനകത്ത് എർത്ത് ക്രസ്റ്റ്, ഭൂമിയുടെ ഉപരിതലത്തിൽ 45 തൊട്ട് 50% വരെ ഓക്സിജൻ ഉണ്ട്. വെള്ളത്തിനകത്ത്, മിനറൽസിനകത്ത്, അന്തരീക്ഷ വായുവിനകത്ത്, ചെടികൾക്കകത്ത്, ആനിമൽസിനകത്ത്. ആ പെർസെൻറ്റേജ് അവിടെ തന്നിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി നമുക്ക് പ്രധാനമായിട്ടും പഠിക്കേണ്ടതാണ് എങ്ങനെയാണ് ഓക്സിജനെ പ്രിപ്പയർ ചെയ്യുന്നതെന്ന്. ഓക്സിജനെ പ്രിപ്പയർ ചെയ്യാന്ന് വെച്ചാൽ ഇൻഡസ്ട്രിയൽ, വ്യവസായ രീതിയിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യും, അതിന് എന്തൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് പേജ് നമ്പർ 108 അല്ലെങ്കിൽ 107 അതിനെടുത്തിരിക്കുന്ന അപ്പാരറ്റസ് കാണാം. ഒരു ടെസ്റ്റ് ട്യൂബ് ഉണ്ട്. ആ ടെസ്റ്റ് ട്യൂബ് പിടിക്കാൻ വേണ്ടി ഒരു ഹോൾഡർ ഉണ്ട്. ആ ടെസ്റ്റ് ട്യൂബിന്റെ അകത്ത് ഒരു പൊടി ഇട്ടിട്ടുണ്ട്. എന്ത് പൊടി? പൊട്ടാസ്യം പെർമാംഗനേറ്റ്. നിങ്ങൾ എല്ലാവരും വീട്ടിൽ കണ്ടിട്ടുള്ളതായിരിക്കും. പൊട്ടാസ്യം പെർമാംഗനേറ്റ് എല്ലാവർക്കും അറിയാം. കാരണം നമ്മൾ കിണറ്റുകളിലൊക്കെ ശുദ്ധീകരിക്കാൻ വേണ്ടി പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇടും. പിന്നെ അതുപോലെ തന്നെ അതൊന്ന് കത്തിക്കാൻ വേണ്ടി സ്പിരിറ്റ് ലാൻഡ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ് അവിടെ? പൊട്ടാസ്യം പെർമാംഗനേറ്റിനെ ചൂടാക്കുമ്പോൾ പേജ് നമ്പർ 108 കിടപ്പുണ്ട്. KMnO4 പ്ലസ് ഹീറ്റ്. പൊട്ടാസ്യം പെർമാംഗനേറ്റിനെ ചൂടാക്കുമ്പോൾ പൊട്ടാസ്യം മാംഗനേറ്റും മാംഗനീസ് ഡയോക്സൈഡും പിന്നെ എന്തും കൊണ്ടുവരും? പുറത്ത് കിട്ടും ഓക്സിജൻ. അവിടെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എഴുതിയിട്ടോ ഓക്സിജൻ. അവിടെ ഓക്സിജൻ ഗ്യാസിനെ പുറത്തു വിടും. മനസ്സിലായോ? O2 എന്ന് എഴുതിയേക്കണേ. KMnO4നെ ചൂടാക്കി കഴിഞ്ഞാൽ പൊട്ടാസ്യം മാംഗനേറ്റും മാംഗനസ് ഓക്സൈഡും മാംഗനസ് ഡയോക്സൈഡും ഓക്സിജനും കിട്ടും. അപ്പോൾ നോക്കിക്കേ, ഒരു കോമ്പൗണ്ടിനെ ഒന്ന് ചൂടാക്കുകയോ അല്ലെങ്കിൽ ഒരു രാസപ്രവർത്തനത്തിന് വിധേയമാക്കിയാൽ, ഒരൊറ്റ കോമ്പൗണ്ടിനെ രാസപ്രവർത്തനത്തിന് വിധേയമാക്കുമ്പോൾ പല പല കോമ്പൗണ്ട്സ് കിട്ടുകയാണെങ്കിൽ അതിനെയാണ് ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡീകമ്പോസിഷൻ എന്ന് പറയുന്നത്. പറഞ്ഞ മനസ്സിലായോ? ഒറ്റൊരു കോമ്പൗണ്ടിനെ നമ്മൾ കെമിക്കൽ റിയാക്ഷന് വിടുക. ഇപ്പൊ KMnO4 തന്നെ കെമിക്കൽ റിയാക്ഷൻ വിടുക എന്ന് പറഞ്ഞാൽ ഒന്ന് ചൂടാക്കി അതൊരു കെമിക്കൽ, അല്ലെങ്കിൽ വേറെ എലമെന്റ് ആണ് ഒന്ന് തണുപ്പിക്കുക. അങ്ങനെ ചെയ്തപ്പോൾ പല പല സാധനങ്ങൾ കിട്ടി. സോ ഒരു വലിയ സാധനത്തിനെ വിഘടിച്ച് പല പല സാധനങ്ങളാക്കി. ദാറ്റ് ഈസ് ഡീകമ്പോസിഷൻ. പറഞ്ഞാൽ മനസ്സിലായോ?
KMnO4നെ ഒന്ന് ചൂടാക്കിയപ്പോൾ 3 സാധനങ്ങൾ കിട്ടി അല്ലെ, ഒരൊറ്റ ഒരെണ്ണത്തിൽ നിന്ന് 3 എണ്ണം കിട്ടി. ദാറ്റ് ഈസ് ഡീകമ്പോസിഷൻ. പറഞ്ഞത് മനസ്സിലായോ? മനസ്സിലായി. മനസ്സിലായി. വേറെ കുറച്ച് സോഡിയം ക്ലോറൈഡ്. സോഡിയം ക്ലോറൈഡിനെ കറണ്ട് കടത്തി വിടുമ്പോൾ സോഡിയവും ക്ലോറിനും രണ്ടായിട്ട് മുറിക്കും. അതുപോലെ തന്നെ പൊട്ടാസ്യം ക്ലോറൈറ്റ് KClO3 പൊട്ടാസ്യം ക്ലോറൈറ്റിനെ ഹീറ്റുമായിട്ട് അല്ലെങ്കിൽ ചൂടാക്കുമ്പോൾ പൊട്ടാസ്യം ക്ലോറൈഡ് ഓക്സിജൻ, അതായത് ഒറ്റ കോമ്പൗണ്ട് രണ്ടായി. അടുത്തത് H2O2 ഹൈഡ്രജൻ പെറോക്സൈഡിനെ ഒന്ന് എന്താക്കുക, കറണ്ട് കടത്തി ഹൈഡ്രജൻ പെറോക്സൈഡിനെ ഒന്ന് ചൂടാക്കുമ്പോൾ ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ് എന്താണ്, ഹൈഡ്രജൻ എന്നും വാട്ടർ എന്നും ഓക്സിജൻ എന്നും രണ്ടായിട്ട് സെപ്പറേറ്റ് ആവുന്നതാണ്. മനസ്സിലായോ പറഞ്ഞത്? മനസ്സിലായോ? ഡീകമ്പോസിഷൻ എന്ന് പറയുന്നത് എന്താണ്? പ്രോസസ് ഓഫ് 2 or more products due to the decomposition of compound. ഒരു കോമ്പൗണ്ടിന്റെ ഡീകമ്പോസിഷൻ വിഘടിപ്പിച്ച് ഒന്നോ രണ്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഉൽപ്പന്നത്തെ കിട്ടുകയാണെങ്കിൽ ആ റിയാക്ഷനെയാണ് ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇനി 2H2O വാട്ടറിനെ കറണ്ട് കടത്തി വിടുമ്പോൾ എന്ത് സംഭവിക്കും? ഹൈഡ്രജൻ എന്നും ഓക്സിജൻ എന്നും എന്ത് ചെയ്യും? സെപ്പറേറ്റ് ചെയ്യും. അപ്പൊ 2H2O gives H2 plus O2. അപ്പൊ H2നെ ഒന്ന് ബാലൻസ് ചെയ്ത് 2H2 എന്നാക്കി ഇട്ട് കൊടുക്കണം. കാരണം റിയാക്ഷൻ സൈഡിൽ 4 ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ നമ്മൾ ഉത്തരം കിട്ടുമ്പോഴും ബാലൻസ് ചെയ്യണം 2H2 plus O2. മനസ്സിലായോ? പറഞ്ഞത് പിടികിട്ടിയോ? ഡീകമ്പോസിഷൻ മനസ്സിലായി. ഇനി ഓക്സിജന് കളറുണ്ടോ? ഇല്ല. മണമുണ്ടോ? ഇല്ല. ഇനി വെള്ളത്തിൽ ലയിപ്പിക്കുവോ? വെള്ളത്തിൽ ലയിക്കത്തില്ലേ ഓക്സിജൻ? അങ്ങനല്ലേ? ഹൈഡ്രജൻ ഓക്സൈഡ് കമ്പൈൻ ചെയ്തോണ്ടല്ലേ വാട്ടർ കിട്ടിയത്. അപ്പൊ വെള്ളത്തിൽ ലയിക്കും. നേച്ചർ ഓഫ് കമ്പഷൻ കത്തുവോ കത്തത്തില്ലയോ? കത്തും. അപ്പൊ അത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തല്ലോ, ടിക്കിട്ടല്ലോ. കളർ നോ, ഓർഡർ നോ, സൊല്യൂബിലിറ്റി ഇൻ വാട്ടർ സൊല്യൂബിൾ, നേച്ചർ ഓഫ് കമ്പഷൻ ബേൺസ്. ഓക്കെ, ബേൺസ് ആണോ ഹെൽപ്സ് ബേണിംഗ് ആണോ? കത്തുവാണോ കത്താൻ സഹായിക്കുവാണോ? അപ്പൊ ഹെൽപ്സ് ബേണിംഗ്. അതിരുന്ന് കത്തുവല്ല, കത്താൻ സഹായിക്കുക. ഇപ്പൊ നമുക്ക് വിറക് കത്തിക്കണം, അപ്പൊ നമ്മൾ ജസ്റ്റ് പെട്ടെന്ന് അണഞ്ഞു പോവുകയാണെങ്കിൽ നമ്മളൊന്ന് ഊതി കൊടുക്കും. ഊതുക എന്ന് പറഞ്ഞാൽ ആ ഓക്സിജൻ കൊടുത്ത് അതിനെ കത്താൻ സഹായിക്കുക. ഇനി അടുത്തത് ഓക്സിജനും റിയാക്ഷൻ ഓഫ് ഓക്സിജൻ ആരുമായിട്ട് കമ്പൈൻ ചെയ്യുക. അപ്പൊ ആദ്യത്തെ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത് സൾഫർ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്താൽ സൾഫർ ഡൈ ഓക്സൈഡ് ആണ് കിട്ടുന്നത്. S+O2 gives SO2. നിങ്ങൾ പേജ് നമ്പർ 150 കണ്ടോ? S+O2 gives SO2. സൾഫർ ഓക്സിജനോടെ കമ്പൈൻ ചെയ്താൽ എന്താണ്? സൾഫർ ഡൈ ഓക്സൈഡ് ആണ് കിട്ടുന്നത്. ഓക്സിജൻ എന്തുവാ? ഒരു നോൺ മെറ്റലുമായിട്ട് ഓക്സിജൻ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും ഡൈ ഓക്സൈഡ് ആയിരിക്കും കിട്ടുന്നത്. അതുപോലെ തന്നെ വേറെ രണ്ടെണ്ണം കൊടുത്തിരിക്കുന്നു. കാർബണും ഓക്സിജനോടെ ചേർന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും? കാർബൺ ഡൈ ഓക്സൈഡ്. ഹൈഡ്രജനും ഓക്സിജനോടെ ചേർന്ന് കഴിഞ്ഞാൽ വാട്ടർ. വെരി ഗുഡ്. എഴുതിയല്ലോ? നിങ്ങൾ അവിടെ ഫില്ലും ചെയ്തല്ലോ? എഴുതി. ഇനി അടുത്താണ് ഓക്സിജന്റെ ഉപയോഗങ്ങൾ. അറിയാലോ, നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാമല്ലോ. ഫോർ കമ്പഷൻ എന്ന് വെച്ചാൽ കത്താൻ സഹായിക്കും. ഓക്സിഡൈസിങ് ഏജന്റ് ഇൻ റോക്കറ്റിന്റെ ഇന്ധനത്തിൽ ഓക്സിഡൈസിങ് ഏജന്റ്. ആരാണ് ഓക്സിഡൈസിങ് ഏജന്റ്? ആരെയാണ് നമ്മൾ ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറയുന്നത്? റിഡക്ഷൻ സംഭവിച്ച ആളെയാണ് ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറയുന്നത്. ഇലക്ട്രോൺസിനെ മേടിച്ച ആളെയാണ് ഓക്സിഡൈസിങ്. പഠിപ്പിച്ചാണോ 3rd ചാപ്റ്ററിൽ? ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുന്ന പ്രക്രിയ ഒന്നുകൂടെ പറഞ്ഞു തരാം, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുന്ന പ്രക്രിയ, പ്രോസസ് ഓക്സിഡേഷൻ. ആ വിട്ടുകൊടുത്ത ആളെ റെഡ്യൂസിങ് ഏജന്റ്. ഇലക്ട്രോൺസിനെ മേടിക്കുന്ന ആ പ്രക്രിയ അല്ലെ പ്രോസസ് റിഡക്ഷൻ. ആ മേടിക്കുന്ന ആളെ ഓക്സിഡൈസിങ് ഏജന്റ്. പിന്നെ അടുത്തയാണ് കൃത്രിമ ശ്വാസം, ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ ആണല്ലോ. അറിയാലോ? കൃത്രിമ ശ്വാസം കൊടുക്കുമ്പോൾ ഓക്സിജൻ അല്ലേ ഇപ്പൊ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ ബോധം കെട്ട് വീണ് നിങ്ങൾ മൂക്കോട് മുഖല്ലേ വായോട് വാ ചേർന്ന് കൊടുക്കുന്നത് എന്തുവാ? ഓക്സിജൻ അല്ലയോ? അതെ. ഇനി വേറെ ഉപയോഗം എന്തൊക്കെയാ? ബയോ ഡീകമ്പോസിഷൻ, അതായത് ബയോളജിക്കലി അതെന്താന്ന് നിങ്ങൾക്ക് അവിടെ ഒരു ചെറിയ ബോക്സിൽ കിടപ്പുണ്ട്. അതിന് ഓക്സിജൻ സഹായിക്കും. അതുപോലെ തന്നെ വാട്ടറിനെ ഒക്കെ ഒന്ന് എറേറ്റ് ചെയ്യുക, അതായത് നമ്മൾ
വെള്ളത്തെ കുപ്പിക്കകത്ത് അടച്ചു വെക്കുക. നോക്കിക്കേ, ഒരു കുപ്പിക്കകത്ത്, ഒരു പ്ലാസ്റ്റിക് കുപ്പിക്കകത്ത് വെള്ളം നന്നായിട്ട് അടച്ചു വെക്കുക. ഒരു 3 ദിവസം കഴിഞ്ഞാൽ വെള്ളം തുറക്കുമ്പോൾ എന്തുവായിരിക്കും? ഒരു വല്ലാത്തൊരു സ്മെല്ലല്ലേ? ആണോ അല്ലേ? അതെ. അപ്പൊ വെള്ളത്തിനകത്ത് എയർ, അപ്പൊ നമ്മൾ കിണറ്റ് വെള്ളത്തിനകത്ത് ആ മണം കാണുവോ? ഇല്ല. കാരണം ഓക്സിജൻ അപ്പൊ പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടർ, അതല്ലെങ്കിൽ എയറേഷൻ നടക്കുന്നുണ്ട്. ഓക്സിജൻ ചെന്ന് എയറേഷൻ നടക്കുന്നുണ്ട്. അപ്പോ എന്താണ്? വാട വരത്തില്ല. ദെൻ ഇനി അടുത്തയാണ് ഓസോൺ. ഓക്സിജൻ എന്ന് പറഞ്ഞാൽ 2 ആറ്റമുള്ള ഒരു മോളിക്യൂൾ ആണ്. O2 എന്ന മോളിക്യൂൾ ആണ് ഓക്സിജൻ. എന്നാൽ 2 ഓക്സിജൻ ആറ്റങ്ങൾ എന്താണ്? അല്ലെങ്കിൽ O3, അതാണ് ഓസോൺ. ഓസോൺ എന്ന് പറയുന്നത് ട്രൈഅറ്റോമിക് മോളിക്യൂൾ ആണ്. എത്ര ഓക്സിജൻ ആറ്റം ഉണ്ട് ഓസോണിന്? 3. ഓസോൺ ഈസ് എ ട്രൈഅറ്റോമിക് മോളിക്യൂൾ കണ്ടെയ്നിങ് 3 ഓക്സിജൻ ആറ്റം. 3 ഓക്സിജൻ ആറ്റമുള്ള ഒരു മോളിക്യൂൾ ആണ് ഓസോൺ, O3. ഓസോണിന്റെ സിമ്പിൾ പഠിച്ചിരിക്കണം, O3. ഇനി ഓസോൺ എവിടാ കാണപ്പെടുന്നത്? സ്ട്രാറ്റോസ്ഫിയർ. നിങ്ങൾ ജിയോഗ്രഫിക്കകത്ത് പഠിച്ചിട്ടുണ്ടല്ലോ, ലെയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയർ, ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ എന്നൊക്കെ പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ട്. അതിലെ സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ കാണുന്നത്. എങ്ങനെയാണ് ഓസോൺ ഉണ്ടാകുന്നത്? നമ്മുടെ അറ്റ്മോസ്ഫറിക് ഓക്സിജൻ ആ O2 ഡീകമ്പോസ് ചെയ്യും. എങ്ങനെ? സൂര്യന്റെ അൾട്രാവയലറ്റ് റേസ്. സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് റേസ് കാരണം നമ്മുടെ O2 രണ്ടായവും OO ആകും. വേറൊരു ഓക്സിജൻ ഈ സ്പ്ലിറ്റ് ആയ ഓയുമായിട്ട് കമ്പൈൻ ചെയ്യും, അല്ലെങ്കിൽ ആ വേറൊരു ഓക്സിജൻ O2 ഈ സ്പ്ലിറ്റ് ആയ ഒരു ഓയുമായിട്ട് കമ്പൈൻ ചെയ്ത് O3 ഉണ്ടാവും. That is ozone. The oxygen atoms formed combined with the oxygen molecule. OO എന്ന, അതായത് ഒരു O2 മോളിക്യൂള് സൂര്യന്റെ അൾട്രാവയലറ്റ് രശ്മികൾ കാരണം OO 2 ആറ്റമായി മാറും. ഈ ആറ്റം ഓക്സിജൻ മോളിക്യൂൾ, വേറെ അന്തരീക്ഷത്തിലുള്ള ഓക്സിജൻ മോളിക്യൂളുമായിട്ട് കൂടിച്ചേർന്നാണ് ഓസോൺ ഉണ്ടാകുന്നത്. എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായി? ഇനി ഒന്നുകൂടെ പറയണോ? വേണ്ട. അങ്ങനെ ഓസോൺ ഈസ് അഗെയിൻ ചേഞ്ച്ഡ് ടു ഓക്സിജൻ ബൈ അബ്സോർബിങ് അൾട്രാവയലറ്റ് റേസ് ഹാവിംഗ് ലെസ് എനർജി. അതപ്പോ ഇങ്ങനെ ഒരു സൈക്ലിക് പ്രോസസ് ആയിട്ട് നടക്കുക. വീണ്ടും ഓസോൺ വിഘടിച്ച് ഓക്സിജൻ ആവുന്നു, വീണ്ടും ഓക്സിജൻ വിഘടിച്ച് ഓസോൺ ആവുന്നു. ഇതിങ്ങനെ ഒരു ചക്ര, നിങ്ങളുടെ പേജ് നമ്പർ 110 കിടപ്പുണ്ട്. ഇങ്ങനെ ഓക്സിജൻ ഇങ്ങനെ ഒരു സൈക്കിൾ, ഓസോൺ ഉണ്ടാകുന്ന ഒരു സൈക്ലിക് പ്രോസസ് ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓസോൺ പിന്നെ ഡീകമ്പോസ് നടന്ന് ഓക്സിജൻ ആവുന്നു, പിന്നീട് ആ ഓക്സിജൻ മോളിക്യൂൾ ഡീകമ്പോസ് ചെയ്ത് ആ OO ആറ്റം ആവുന്നു, ആ ആറ്റം വേറൊരു ഓക്സിജനുമായിട്ട് ചേർന്ന് ഓക്സിജൻ മോളിക്യൂൾ ആയിരുന്നു ഓസോൺ ഉണ്ടാവുന്നു, വീണ്ടും അത് വിഘടിക്കുന്നു. ഇങ്ങനെ ഇതൊരു സൈക്ലിക് ആയിട്ട് പ്രോസസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ ഓസോൺ പാളി എന്നല്ലേ നമ്മുടെ ഭൂമിയെ രക്ഷിക്കുക. ഈ ഓസോൺ പാളി എന്താണ് ചെയ്യുന്നത്? ഈ അൾട്രാവയലറ്റ് റേസിനെയൊക്കെ അതങ്ങ് അബ്സോർബ് ചെയ്ത് വിഘടിക്കുക, അങ്ങനെ അവരങ്ങ് കാര്യങ്ങൾ അങ്ങ് ചെയ്തോളൂ. ആ അൾട്രാവയലറ്റ് റേസിനെ നമ്മുടെ ഭൂമിയിലേക്ക് അവർ കടത്തി വിടത്തില്ല. അവരങ്ങനെ അത് പ്രിവെന്റ് ചെയ്ത് ഓസോൺ ഉണ്ടാവുക, പിന്നെ ഓക്സിജൻ ആവുക, പിന്നെ ഓസോൺ ഉണ്ടാവും, ഓക്സിജൻ അങ്ങനെ നിൽക്കുന്നു. എന്നാൽ ഓസോൺ ലെയർ ഡിപ്ലീഷൻ, ഓസോണിലെ പാളി ഇങ്ങനെ തകരുന്നുണ്ട്. എങ്ങനെ? ക്ലോറോ ഫ്ലൂറോ കാർബൺ എന്ന് പറഞ്ഞ കോമ്പൗണ്ട്സ്, അതായത് അങ്ങനെയുള്ള കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോറിനും ഫ്ലൂറിനും കാർബണും അടങ്ങി ആറ്റങ്ങളുള്ള കോമ്പൗണ്ട്സിനെയാണ് ഫ്ലൂറോ കാർബൺ എലമെന്റ്സ് അല്ലെങ്കിൽ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ പണ്ടത്തെ ഫ്രിഡ്ജ്, AC-കളിലൊക്കെ ഉള്ള ഒരു ഒരു എലമെന്റ് അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ട് ആണ് CFC അല്ലെങ്കിൽ ഫ്ലൂറോ കാർബൺ. ഇവരാണ് പ്രധാനമായിട്ട് ഓസോൺ പാളിയെ നശിപ്പിക്കുന്ന ആൾക്കാർ. ഈ ഫ്ലൂറോ കാർബൺ ഈ അന്തരീക്ഷത്തിൽ എത്തിക്കഴിഞ്ഞാൽ, നമ്മുടെ ഫ്രിഡ്ജിൽ നിന്നും AC-കളിലൊക്കെ ഇതുണ്ടായിരുന്നു പണ്ടത്തെ, ഇപ്പൊ അത് കുറച്ചിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഇതാണ് കാരണമെന്ന് കണ്ടുപിടിച്ചപ്പോൾ പിന്നീടുള്ള റെഫ്രിജറന്റിലും റെഫ്രിജറേറ്ററിലും AC-ക്കകത്ത് ഇതിനെ അവോയ്ഡ് ചെയ്ത് ഇതിന് പകരം പുതിയ ആൾക്കാരെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, പൊല്യൂഷൻ ഇല്ലാത്ത ആൾക്കാരെ. എന്നാൽ നേരത്തെ ഈ ഫ്ലൂറോ കാർബൺ അന്തരീക്ഷത്തിലോട്ട് എത്തിക്കഴിഞ്ഞാൽ അവർ സ്ട്രാറ്റോസ്ഫിയറിൽ ചെല്ലുകയും അവര് സെൽഫ് ഡീകമ്പോസ്, ഫ്ലൂറോ കാർബൺ കോമ്പൗണ്ട്സ് അവർ സ്വയമായിട്ട് ഡീകമ്പോസ് ചെയ്യും. അതിലെ ക്ലോറിൻ ചെന്ന് എന്തിനെ ഡിസ്റ്റർബ് ചെയ്യും? ഓസോൺ മോളിക്യൂളിനെ ഡീകമ്പോസ് ചെയ്ത് ഓക്സിജൻ ആക്കി മാറ്റും. അങ്ങനെ
ഓക്സിജനും ഓസോണും തമ്മിലുള്ള ആ സൈക്ലിക് ബന്ധം അല്ലെങ്കിൽ അവരുടെ ആ ബന്ധം നശിപ്പിച്ചു. അവിടെ ഓസോണും ഓക്സിജനും തമ്മിലുള്ള ബന്ധം എന്താണ്? യു വി റേസുമായി ബന്ധപ്പെട്ടാണ്. ഓസോൺ ഓക്സിജൻ ആവുന്നു, ഓക്സിജൻ യു വി അബ്സോർബ് ചെയ്ത് ഓസോൺ ആവുന്നു, വീണ്ടും അതങ്ങനെ. പക്ഷേ ഇതിന്റെ ഇടയ്ക്കൂടെ ക്ലോറിൻ ചെന്ന് ആ ഓസോണിനെ എന്ത് ചെയ്തു? ഡിസ്റ്റർബ് ചെയ്ത് ഓക്സിജൻ ആക്കി മാറ്റുന്നു. അങ്ങനെ ഓസോൺ ഓക്സിജൻ ബന്ധം നഷ്ടപ്പെട്ടു. പറയുന്ന ആ ഇക്വിലിബ്രിയം, ആ സൈക്കിൾ, ആ സന്തുലനാവസ്ഥ നഷ്ടപ്പെട്ടു. അങ്ങനെയാണ് അവര് തകർന്നത്. അങ്ങനെ അവർ തകർന്നപ്പോൾ ഈ ക്ലോറിൻ മോളിക്യൂള് ചെന്ന് ഓസോണിനെ ഡീകമ്പോസ് ചെയ്ത് ഓക്സിജൻ ആയപ്പോൾ ആ ഓസോൺ എന്ത് ചെയ്ത്? യു വി അബ്സോർബ് ചെയ്യാതിരുന്നു. മനസ്സിലായോ? ആ യു വി എന്ത് ചെയ്തു? അപ്പൊ അവിടെ അബ്സോർബ് ചെയ്യാൻ ഓസോൺ ഇല്ല, കാരണം വിഘടിച്ച് ഓക്സിജൻ ആവാൻ അല്ലെങ്കിൽ ഓക്സിജൻ അബ്സോർബ് ചെയ്ത് ഓസോൺ ആവാൻ അവർ ആ യു വി എന്ത് ചെയ്തു? നേരെ ഭൂമിയിലെത്തി. പറഞ്ഞ മനസ്സിലായോ നിങ്ങൾക്ക്? ഒരു കഥ പോലെ പറഞ്ഞു തന്നത് മനസ്സിലായോ? അതോ വീണ്ടും പറയണോ? മനസ്സിലായി. മനസ്സിലായി. ഇങ്ങനെയാണ് ഓസോൺ പാളി എന്താണ് നശിച്ചത്. CFCയെ കുറിച്ച് ഒരു എന്താണ് ക്ലോറോ കാർബണിനെ കുറിച്ചൊരു കുറിപ്പ് നിങ്ങൾക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ജസ്റ്റ് വായിക്കാനാണ്. അതുപോലെ തന്നെ അറ്റ്മോസ്ഫിയർ ലെയറിനെ കുറിച്ച് നിങ്ങൾക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കത്തില്ല, നിങ്ങളുടെ അറിവിനേക്ക് വേണ്ടിയാണ്. പിന്നെ നിങ്ങളുടെ പുസ്തകങ്ങളിൽ പെട്ടിക്കകത്ത് ബോക്സിനകത്ത് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? അത് നിങ്ങൾക്ക് പരീക്ഷയ്ക്കില്ല, സിലബസിൽ ഇല്ലാത്ത നിങ്ങൾക്ക് സെൽഫ് റീഡിങ്ങിന് വേണ്ടി കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഓസോൺ ലെയർ ഡിപ്ലീഷന് പ്രധാനപ്പെട്ട കാരണക്കാരാണ് CFC അല്ലെങ്കിൽ ഫ്ലൂറോ കാർബൺ. ഈ ഫ്ലൂറോ കാർബൺ അന്തരീക്ഷത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവർ സ്വയമേ ഡീകമ്പോസ് ചെയ്യും. ആ ഡീകമ്പോസ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന ക്ലോറിൻ ഓസോൺ മോളിക്യൂൾ, ഓസോണിനെ നശിപ്പിച്ച് ഓക്സിജനായിട്ട് വിഘടിപ്പിക്കും. സത്യത്തിൽ ഓസോണിനെ വിഘടിപ്പിക്കേണ്ടത് നമ്മുടെ അൾട്രാവയലറ്റ് റേസ് ആണ്. പക്ഷെ അൾട്രാവയലറ്റ് റേസിന്റെ സഹായം ഇല്ലാതെ ഈ ക്ലോറിൻ ചെന്ന് അവരെ വിഘടിപ്പിച്ചു. ആ ഓസോൺ നേരെ ഓക്സിജനായി. അപ്പോൾ യു വിക്ക് ജോലിയില്ല. ആ യു വി എന്ത് ചെയ്തു? അത് നേരെ ഭൂമിയിലോട്ട് വീണു. അങ്ങനെയാണ് ഓസോൺ പാളി തകർന്ന് യു വി റേസ് നമ്മുടെ ഭൂമിയിൽ എത്തിയത്. യു വി റേസ് ഭൂമിയിൽ എത്തിക്കഴിഞ്ഞാലുള്ള അവസ്ഥ നിങ്ങൾക്ക് അറിയാലോ. എന്താണ് അൾട്രാവയലറ്റ് റേഡിയേഷൻ? മനുഷ്യരാശിക്ക് തന്നെ ക്യാൻസർ എന്ന മഹാരോഗത്തിന് വരാൻ വേറെ ഒരു കാര്യം വേണ്ട, യു വി റേസ് മതി. അപ്പൊ യു വി റേസ് നമ്മുടെ ഭൂമിയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കണ്ണിന് അസുഖങ്ങൾ ബാധിക്കും, അതുപോലെ തന്നെ ക്യാൻസർ ഉണ്ടാകും, അതുപോലെ തന്നെ ചൂട്, അന്തരീക്ഷത്തിലെ ചൂട്, യു വി റേസിന് ഭയങ്കര ചൂടാണ്. അന്തരീക്ഷത്തിലെ ചൂട്, ടെമ്പറേച്ചർ കൂടും. ടെമ്പറേച്ചർ കൂടുന്നതിന്റെ ഫലമായിട്ട് ഗ്ലോബൽ വാർമിംഗ്, എന്താണ് നമ്മുടെ ആർട്ടിക്ക സമുദ്രത്തിലെ ആ സ്ഥലത്തെ അല്ലെങ്കിൽ ആ കോണ്ടിനെന്റിലെ മഞ്ഞെല്ലാം ഉരുകി വെള്ളമാകുന്നു. ആ വെള്ളം കാരണം വെള്ളപ്പൊക്കം, അല്ലേ? എന്നാൽ അപ്പൊ നമുക്ക് ഓസോണിനെ സംരക്ഷിക്കണോ? ഓസോണിനെ സംരക്ഷിച്ചില്ലെങ്കിൽ ഇതുപോലൊക്കെ. അപ്പൊ ഓസോണിനെ സംരക്ഷിക്കാൻ നമ്മൾ ഈ ഫ്ലൂറോ കാർബൺ തുടങ്ങിയ മുതലായ വസ്തുക്കളെ ഉപയോഗിക്കാതിരിക്കുക, പൂർണ്ണമായിട്ടും നിരോധിക്കുക. നമ്മൾ നിരോധിക്കുന്നുണ്ട്. പിന്നീട് ചെടികള് എന്താണ് വെച്ച് പിടിപ്പിക്കുക. കാരണം എന്താ ചെടികൾ വെച്ച് പിടിപ്പിക്കുക, മരങ്ങൾ നട്ട് വളർത്തുക എന്ന് പറഞ്ഞാൽ അവര് പ്രകാശ സംശ്ലേഷണം അല്ലെ ഫോട്ടോസിന്തസിസ് വഴി പുറത്ത് വിടുന്ന സാധനം എന്തുവാ? ഓക്സിജൻ. ആ ഓക്സിജൻ എമൗണ്ട് അന്തരീക്ഷത്തിൽ നിന്ന് ഓസോണായി ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്ത് അവരങ്ങ് നിന്നോളും. എല്ലാവർക്കും ഓക്സിജനെ കുറിച്ച് പറഞ്ഞത് മനസ്സിലായോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ, നമുക്ക് അടുത്തതിലോട്ട് പോകാം. നൈട്രജനിലോട്ട് പോകാം. നൈട്രജൻ ആണ് നമ്മുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഗ്യാസ് ആണോ? നമ്മൾ തുടക്കത്തിൽ തന്നെ അങ്ങനല്ലേ പറഞ്ഞത്? അതെ. നൈട്രജൻ എന്ന് പറഞ്ഞ N∧N ആണ്. കണ്ടല്ലോ നിങ്ങൾ പുസ്തകത്തിൽ, N∧N ആണ്. അതായത് 3 ഇലക്ട്രോൺസിനെയാണ്, അതൊരു കോവാലന്റ് ബോണ്ട് ആണ് അല്ലേ? നൈട്രജൻ കോവാലന്റ് ബോണ്ട് അല്ലേ? 3 ഇലക്ട്രോൺസിനെയാണ് അവർ ഷെയർ ചെയ്തത്. അതുകൊണ്ടാണ് അവർക്ക് ട്രിപ്പിൾ ബോണ്ട് വന്നത്. അതുകൊണ്ട് ഇവർക്ക് ഭയങ്കര ബന്ധമാണ്. 3 എണ്ണം കൊണ്ട് അവര് 2 നൈട്രജനെ 3 പേരെ 3 ബോണ്ട് ശക്തമായിട്ട് പിടിച്ചു നിർത്തിയത്. അപ്പൊ നമ്മളൊന്നും ചെന്നാൽ അവരൊന്നും വിട്ടുപിരിയത്തില്ല. അതേസമയം ഫ്ലോറിനെയൊക്കെയാണ് നമുക്കൊന്ന് പെട്ടെന്ന് മാറ്റാം. അതേസമയം കാരണം സിംഗിൾ ബോണ്ട് എഫ് അതിനെ ബ്രേക്ക് ചെയ്യുക, ആ ബോണ്ടിനെ നമുക്ക് പൊട്ടിക്കാൻ കുറച്ച് എനർജി എടുത്താൽ മതി. എന്നാൽ ഈ നൈട്രജനെയൊക്കെ പൊട്ടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പാടാ. കാരണം എന്താ? അവർക്ക് 3 ബോണ്ട് ഉള്ളത് കൊണ്ട് അവർ ഇനാക്റ്റീവ് ആണ്, വലിയ ജോലിയൊന്നും ചെയ്യത്തില്ല, ആക്റ്റീവ് കുറവാണ്. കാരണം എന്താ? അവർക്ക് ട്രിപ്പിൾ ബോണ്ട്, അവർക്ക് സ്വതന്ത്രമായിട്ട് വിടാൻ പറ്റില്ല, മുറുക്കി പിടിച്ചിരുത്തിയേക്കുക. അതാണ് ട്രിപ്പിൾ ബോണ്ട്. ഇനി
കമ്പഷൻ റേറ്റിനെ സോറി ഇതുവഴി വണ്ടി പോയതാണ്. നൈട്രജൻ ഹാസ് എ മേജർ റോൾ ഇൻ കൺട്രോളിങ് ദ റേറ്റ് ഓഫ് കമ്പഷൻ. കത്തുന്നതിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ആളാണ് നൈട്രജൻ. ഏറ്റവും കൂടുതൽ നൈട്രജൻ വേണ്ടത് ചെടികൾക്കാണ്. ചെടികൾക്ക് വളരാൻ പ്രധാനമായിട്ടും വേണ്ട ഒരു എലമെന്റ് ആണ് നൈട്രജൻ. ഇനി ഒന്ന് നോക്കിക്കേ നിങ്ങൾ 111 താഴോട്ട്. N ട്രിപ്പിൾ ബോണ്ട് N ആണ്. അതെല്ലാവർക്കും സംശയമില്ലല്ലോ? ആർക്കും സംശയമില്ലല്ലോ? ഇല്ല. 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 ഈ ട്രിപ്പിൾ ബോണ്ടിനെ ബ്രേക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? അന്തരീക്ഷത്തിലെ നൈട്രജനെ ബ്രേക്ക് ചെയ്യുന്നത് ഇടിമിന്നലുള്ള സമയത്താണ്. ഇടിമിന്നലുള്ള സമയത്ത് ഈ ട്രിപ്പിൾ ബോണ്ടുള്ള നൈട്രജൻ മോളിക്യൂൾ ബ്രേക്ക് ഡൗൺ ചെയ്ത് നൈട്രജൻ ആറ്റം ആവും. ഈ നൈട്രജൻ ആറ്റം എന്തിനുമായിട്ട് കമ്പൈൻ ചെയ്യും, കൂടിച്ചേരും? അന്തരീക്ഷത്തിലുള്ള ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്ത് നൈട്രിക് ഓക്സൈഡ് ആകും. പറഞ്ഞ മനസ്സിലായോ? N എന്ന് പറഞ്ഞ ട്രിപ്പിൾ ബോണ്ട് ആണ്. ആ ട്രിപ്പിൾ ബോണ്ടിനെ ബ്രേക്ക് ചെയ്യുന്നത് അന്തരീക്ഷത്തിലെ ഇടിമിന്നലാണ്. ഇടിമിന്നലുള്ള സമയത്ത് നൈട്രജന്റെ ആ 3 ബോണ്ട് പൊട്ടി നൈട്രജൻ മോളിക്യൂൾ പൊട്ടി നൈട്രജൻ ആറ്റം ആവും. ആ നൈട്രജൻ ആറ്റം അന്തരീക്ഷത്തിലെ ഓക്സിജനുമായിട്ട് ചേർന്ന് നൈട്രിക് ഓക്സൈഡ് ആകും. ഈ നൈട്രിക് ഓക്സൈഡ് വീണ്ടും ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്ത് നൈട്രജൻ ഡയോക്സൈഡ് ആകും. ഈ നൈട്രജൻ ഡയോക്സൈഡ് എന്താണ്? മഴവെള്ളവും ഓക്സിജനും ആയിട്ട് നൈട്രിക് ആസിഡ് ആകും. ഈ നൈട്രിക് ആസിഡ് മഴ പെയ്യുന്ന സമയത്ത് ഒരു വെള്ളമായിട്ട്, ഒരുപാട് വന്നു കഴിഞ്ഞാൽ ആസിഡ് റെയിൻ ആകും. ഇത് ഒരുപാടല്ല, കുറച്ച് എമൗണ്ട് ഭൂമിയിലെത്തുന്നു. വളരെ കുറച്ചേ എത്തത്തുള്ളൂ. അങ്ങനെ വരുന്ന ആ നൈട്രിക് ആസിഡ് എന്ത് ചെയ്യുന്നു? മണ്ണിൽ കിടന്ന് അത് എന്തായി മാറുന്നു? നൈട്രേറ്റ് ആയിട്ട് മാറുന്നു. നിങ്ങൾ ബയോളജിക്കകത്ത് പഠിക്കുന്നുണ്ട്. ആരാണ് നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ? അതൊക്കെ കൺവേർട്ട് ചെയ്യുന്നതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് 7ാം ക്ലാസ്സിൽ ആണല്ലോ. അങ്ങനെയാണ് പ്ലാന്റ്സിന് നൈട്രജനെ കിട്ടുന്നത്. അപ്പൊ എങ്ങനെയാണ്? ഇടിമിന്നലുള്ള സമയത്ത് അന്തരീക്ഷത്തിലെ നൈട്രജൻ മോളിക്യൂൾ ബ്രേക്ക് ഓൺ ചെയ്ത് നൈട്രജൻ ആകുന്നു. ആ നൈട്രജൻ അന്തരീക്ഷത്തിൽ ഓക്സിജനുമായിട്ട് ചേർന്ന് നൈട്രിക് ഓക്സൈഡ് ആവുന്നു, NO ആവുന്നു. അതിനുശേഷം വീണ്ടും ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്ത് നൈട്രജൻ ഡയോക്സൈഡ് NO2 ആകുന്നു. ഈ NO2 അന്തരീക്ഷത്തിലെ വെള്ളം, അതായത് ആ മഴവെള്ളവും ഓക്സിജനുമായിട്ടും കൂടെ ചേർന്ന് നൈട്രിക് ആസിഡ് ആവുന്നു. ഈ നൈട്രിക് ആസിഡ് ഒരുപാടായ ആസിഡ് റെയിൻ ആവും. കുറച്ച് എമൗണ്ട് ഭൂമിയിൽ എത്തുന്നു, മണ്ണിൽ പതിയുന്നു. അത് മണ്ണിൽ കിടന്ന് വിഘടിച്ച് നൈട്രേറ്റ് ആകുന്നു. ഈ നൈട്രേറ്റ് ആണ് പ്ലാന്റ്സ് അബ്സോർബ് ചെയ്യുന്നത്. കുറച്ച് എമൗണ്ട് മാത്രമേ നൈട്രജൻ ഇതുവഴി കിട്ടുന്നുള്ളൂ. ബാക്കി നൈട്രജൻ ചെടികൾക്ക് കിട്ടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ചെടി വളർന്ന് അത് നശിച്ചു കഴിഞ്ഞാൽ താഴെ മണ്ണിൽ കിടന്ന് അഴുകി ചേരുമ്പോഴാണ് വീണ്ടും അതിന് നൈട്രജൻ കിട്ടുന്നത്. പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായോ? നൈട്രജന്റെ കഥ മനസ്സിലായോ? പ്ലാന്റ്സ് എങ്ങനെ അബ്സോർബ് ചെയ്യുന്നതെന്ന് നൈട്രജന് മനസ്സിലായി. മനസ്സിലായി. നൈട്രജൻ ഫിക്സിങ്ങിന് സഹായിക്കുന്ന ബാക്ടീരിയ ആണ് റൈസോബിയം ബാക്ടീരിയ. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് വായിക്കാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഉള്ളതെന്ന് പറഞ്ഞാൽ നൈട്രജന്റെ എന്താണ് ഉപയോഗങ്ങൾ. നൈട്രജൻ എന്തിനൊക്കെ ഉപയോഗിക്കാം? പ്ലാന്റ്സിന് വേണ്ട ഒരു സാധനമായതുകൊണ്ട് എന്തിന് ഉപയോഗിക്കും? എന്തിനുപയോഗിക്കും? വളമായിട്ട്, വളത്തിന് വേണ്ടി ഉപയോഗിക്കും. ആണല്ലോ? ആണോ? ചെടികൾക്ക് വേണ്ട സാധനം. അപ്പൊ വളമായിട്ടല്ലേ, വളത്തിന് വേണ്ടിയല്ലേ നൈട്രജൻ കൂടുതൽ ഉപയോഗിക്കുന്നത്. അത് അമോണിയ ഏറ്റവും കൂടുതൽ ഒരു വളമാണ്. പിന്നെ NPK, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം. ഒരു കൃഷി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ NPK വളങ്ങൾ എന്നൊക്കെ നിങ്ങൾ കേട്ട് കാണും. ആണല്ലോ? ചെടികൾക്ക് വളരണമെങ്കിൽ നൈട്രജൻ കൂടിയേ തീരത്തുള്ളൂ. എന്തിനാണ് അതിന്റെ അഡ്വാൻറ്റേജസ്? 1, മണ്ണിന്റെ ഫലഭൂയിഷ്ഠത വർദ്ധിപ്പിക്കും. 2, നൈട്രജന്റെ അളവ്, ഇങ്ങനെ കിട്ടുന്ന നൈട്രജന്റെ അളവ് മൈക്രോ ഓർഗാനിസത്തിനെ, അതായത് മണ്ണിലുള്ള മൈക്രോ ഓർഗാനിസത്തിനെ നശിപ്പിക്കത്തില്ല. അതുപോലെ തന്നെ നൈട്രജൻ പ്ലാന്റ്സിനെ, ആനിമൽസിനെ ഒന്നും ഹാംഫുൾ ചെയ്യുന്നില്ല. അതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ് നൈട്രജൻ. ഇതാണ് അഡ്വാൻറ്റേജസ്. ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സിനകത്ത് ഉള്ളൊരു അഡ്വാൻറ്റേജ്. കൂടുതലും നമ്മൾ ഉപയോഗിക്കുന്ന കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആണ്. അതിനകത്തുള്ളൊരു എലമെന്റ് ആണ് നൈട്രജൻ. ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളാണ് എഴുതേണ്ടത്. എന്നാൽ അതിന്റെ ലിമിറ്റേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പെട്ടെന്ന് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ഒന്നും പെട്ടെന്ന് കിട്ടത്തില്ല. അതുപോലെ തന്നെ ടൈം എടുക്കും. അതുപോലെ തന്നെ റോ മെറ്റീരിയൽസ്, അതിന് വേണ്ട സാധനങ്ങൾ ഒക്കെ വളരെ ലിമിറ്റഡ് ആണ്. പിന്നെ കോസ്റ്റും കൂടുതലാണ്. ഇതാണ് ഇതിന്റെ ലിമിറ്റേഷൻ. ഇതിന്റെ നോട്ട്സ് ഞാൻ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സിന്റെ ഗുണങ്ങൾ, ജൈവവളങ്ങളുടെ പ്രത്യേകതകൾ നിങ്ങൾ എഴുതണം. കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിന്റെ
അകത്ത് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് നൈട്രജൻ. അതിന്റെ ഗുണവും ദോഷവും ഗുണം എന്താണ്? പെട്ടെന്ന് പ്രോഡക്റ്റ് കിട്ടും. ദോഷം എന്താണ്? ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സിന്റെ അഡ്വാൻറ്റേജസ് ആണ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിന്റെ എന്താണ് ഡിസഡ്വാൻറ്റേജ്. ഓർഗാനിക് ഫെർട്ടിലൈസറിന്റെ ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജ് ആണ് കെമിക്കൽ ഫെർട്ടിലൈസറിന്റെ അഡ്വാൻറ്റേജ്. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായി. മനസ്സിലായി. അതോ ബോറടിക്കുന്നുണ്ടോ? ഇല്ല. 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 പറഞ്ഞത് ഇത്രയും മനസ്സിലായോ? ഓർഗാനിക് ഫെർട്ടിലൈസറും കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും എന്താണെന്ന് ഞാനിപ്പോൾ നിങ്ങളോട് പരാമർശിച്ചു. അതിനകത്ത് കൂടുതൽ ഏത് സാധനമാണ് ചേർക്കുന്നതിന്. ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മണ്ണിന് ഒരു ദോഷവും ഉണ്ടാക്കത്തില്ല. മണ്ണിന്റെ മണ്ണിനകത്തുള്ള ഓർഗാനിസത്തിനെ ഒന്നും നശിപ്പിക്കത്തില്ല. ഫലഭൂഷ്ഠത വർദ്ധിപ്പിക്കും. വളരെ ഈസിലി നമുക്ക് ഉണ്ടാക്കാവുന്ന സാധനങ്ങളാണ് ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ്. എന്നാൽ ഇനോർഗാനിക് ഫെർട്ടിലൈസേഴ്സ് ഞാൻ ഈ പറഞ്ഞ അല്ലെങ്കിൽ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഞാൻ ഈ പറഞ്ഞ സാധനങ്ങൾ, ഈ ഓർഗാനിക്കിന്റെ അഡ്വാൻറ്റേജ് എല്ലാം കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിന്റെ ഡിസഡ്വാൻറ്റേജും. ഇനി ഓർഗാനിക് ഫെർട്ടിലൈസറിന്റെ ലിമിറ്റേഷൻ അല്ലെങ്കിൽ ഓർഗാനിക് ഫെർട്ടിലൈസറിന്റെ ദോഷങ്ങൾ, അവരുടെ പരിധികളെല്ലാം കെമിക്കൽ ഫെർട്ടിലൈസറിന്റെ ഗുണങ്ങളുമാണ്. ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് നൈട്രജനെ കുറിച്ച് പഠിക്കാൻ. പറഞ്ഞ് മനസ്സിലായോ? മനസ്സിലായി. ഇനി നൈട്രജൻ ഉപയോഗിക്കുന്നത് എപ്പോഴും റെഫ്രിജറന്റിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. നൈട്രജൻ ഒരു കൂളിംഗ് ഏജന്റ് ആയിട്ടും ഉപയോഗിക്കുന്നുണ്ട്. ലിക്വിഡ് നൈട്രജനെ വളരെ പ്രഷർ അപ്ലൈ ചെയ്ത് ലിക്വിഡ് നൈട്രജൻ ആക്കുന്ന അതിനെ ഒരു കൂളിംഗ് ഏജന്റ് ആയിട്ടും ഉപയോഗിക്കുന്നുണ്ട്. ഒരു കൂളിംഗ് ഏജന്റിന്റെ എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞ നൈട്രജന്റെ പേര് നിങ്ങൾക്ക് പരാമർശിക്കാം. ഇനി അടുത്ത നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ് ക്ലോറിൻ. അപ്പൊ നമ്മൾ 3 എലമെന്റ് പഠിച്ചു. ഹൈഡ്രജൻ പഠിച്ചു, ഓക്സിജൻ പഠിച്ചു, നൈട്രജൻ പഠിച്ചു. ആർക്കും സംശയമില്ലല്ലോ? ഇല്ല. ഇല്ല. മുൻപോട്ട് പോയിക്കോട്ടെ. ക്ലോറിനൂടെ ഉള്ളു നിങ്ങൾക്ക്. മുൻപോട്ട് പോകാമോ? ഓക്കെ. ക്ലോറിൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ക്ലോറിൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ്ട് നിങ്ങളുടെ പേജ് നമ്പർ 103 ഇക്വേഷൻ കിടപ്പുണ്ട്. ലബോറട്ടറിയിൽ എങ്ങനെയാണ് ക്ലോറിൻ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊട്ടാസ്യം പെർമാംഗനേറ്റും ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടെ പ്രവർത്തിപ്പിക്കും. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ എന്തൊക്കെ കിട്ടും? പൊട്ടാസ്യം ക്ലോറൈഡും കിട്ടും, മാംഗനസ് ക്ലോറൈഡ് കിട്ടും, വാട്ടർ കിട്ടും, ലാസ്റ്റ് നമുക്ക് ക്ലോറിൻ ഗ്യാസും കിട്ടും. നിങ്ങൾക്ക് ആ പേജ് ഫിഗർ 6.5 നോക്കാം. ഒരു പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഒരു ടംബ്ലർ, ഒരു കോണിക്കൽ ഫ്ലാസ്കിലല്ല, ഒരു ഫ്ലാസ്കിൽ എടുത്തിരിക്കുന്നു, ചൂട് കൊടുത്തിരിക്കുന്നു. അതിന്റെ ഫലമായിട്ട് എന്താണ്? ആദ്യത്തെ ഫണലിൽ വാട്ടർ കിട്ടുന്നു, രണ്ടാമത്തേതിൽ H2SO4 കിട്ടുന്നു, മൂന്നാമത്തെ സിലിണ്ടറിനകത്ത് ക്ലോറിൻ ഗ്യാസിനെ കിട്ടുന്നു. കണ്ടോ നിങ്ങൾ? അപ്പോൾ ഇതിന്റെ പ്രിപ്പറേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഇക്വേഷൻ ആണ് എഴുതി വെക്കേണ്ടത്. വിശദമാക്കാൻ ചോദിച്ചാൽ എഴുതണം വെൻ ഹൈഡ്രോക്ലോറിക് ആസിഡ് കമ്പൈൻസ് വിത്ത് പൊട്ടാസ്യം പെർമാംഗനേറ്റ്, അല്ലെങ്കിൽ വെൻ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഈസ് ഹീറ്റഡ് വിത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ്, അല്ലെങ്കിൽ വെൻ ഇറ്റ് ഈസ് ട്രീറ്റഡ് വിത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ് വി ഗെറ്റ് ക്ലോറിൻ ആൻഡ് അതർ പ്രോഡക്ട്സ് ലൈക്ക് പൊട്ടാസ്യം ക്ലോറൈഡ്, മാംഗനസ് ക്ലോറൈഡ് ആൻഡ് വാട്ടർ. ഇതിനകത്ത് പ്രോഡക്റ്റ് ഏതൊക്കെയാണ്? പൊട്ടാസ്യം ക്ലോറൈഡ്, മാംഗനസ് ക്ലോറൈഡ്, വാട്ടർ, ക്ലോറിൻ. ഇവിടെ ഉണ്ടായ ഗ്യാസ് ഏതാണ്? ക്ലോറിൻ. ഇനി ഇതിനകത്ത് പ്രോഡക്റ്റ് ഏതൊക്കെയാണ്? പൊട്ടാസ്യം പെർമാംഗനേറ്റും ഹൈഡ്രോക്ലോറിക് ആസിഡും. ലബോറട്ടറി പ്രിപ്പറേഷൻ മനസ്സിലായോ? ക്ലോറിന്റെ പൊട്ടാസ്യം പെർമാംഗനേറ്റും ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടെ എടുക്കുക, പിന്നെ ചൂടാക്കുക. ഇതാണ് എടുക്കേണ്ട സാധനങ്ങൾ. ചൂടാക്കി കഴിയുമ്പോൾ കിട്ടുന്ന സാധനമാണ് നമ്മുടെ പ്രധാനപ്പെട്ട ആള് ക്ലോറിൻ ഗ്യാസ്, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ. പറഞ്ഞത് പിടികിട്ടിയോ? ക്ലോറിന്റെ സിമ്പിൾ എല്ലാവർക്കും അറിയാമല്ലോ, Cl. ഒരിക്കലും Cl ആയിട്ട് നിൽക്കത്തില്ല, Cl2 ആയിട്ടേ നിൽക്കത്തുള്ളൂ. അതിനൊരു പഞ്ചന്റ് സ്മെല്ലാണ്. പഞ്ചന്റ് സ്മെൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ബ്ലീച്ചിങ് പൗഡർ കണ്ടിട്ടുണ്ടല്ലോ. ബ്ലീച്ചിങ് പൗഡർ കണ്ടിട്ടുണ്ട്, വെള്ള കളറിൽ. ആ ബ്ലീച്ചിങ് പൗഡറിന്റെ മണമാണ് ക്ലോറിന്. അതിന്റെ ഒരു കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്ലോറിൻ ഗ്യാസിന്റെ ആ കളർ പച്ച ഗ്രീനിഷ് യെല്ലോ കളറാണ്. ഡെൻസിറ്റി വെച്ച് പറയുകയാണെങ്കിൽ എയറിനെക്കാട്ടി ഡെൻസിറ്റി കൂടുതലാണ് ക്ലോറിന്. ഇനി നിങ്ങൾക്ക് ജസ്റ്റ് അത്രയേ പഠിക്കാനുള്ളൂ. കളറും സ്മെല്ലും ഡെൻസിറ്റി. കളർ ഞാൻ പറഞ്ഞു തന്നു, ഗ്രീനിഷ് യെല്ലോ ആണ്. സ്മെല്ല് ഞാൻ പറഞ്ഞു, പഞ്ചന്റ് സ്മെല്ല് അല്ലെങ്കിൽ സ്മെൽ ഓഫ് ബ്ലീച്ചിങ് പൗഡർ, ബ്ലീച്ചിങ് പൗഡറിന്റെ മണം. ഡെൻസിറ്റി പറഞ്ഞു, എയറിനെക്കാട്ടിൽ കൂടുതൽ, ഹെവിയർ ദാൻ എയർ. ഇനി നമ്മൾ കൂടുതലായിട്ടും ക്ലോറിൻ ഉപയോഗിക്കുന്നത് എന്തിനാണ്?
ഒന്ന് ശുദ്ധീകരിക്കാൻ അല്ലേ, വെള്ളം അല്ലേ, വെള്ളം കിണറ്റിലൊക്കെ ക്ലോറിൻ അതെ. ഇടത്തില്ലേ, അതൊന്ന് വെള്ളം ശുദ്ധീകരിക്കാൻ, രണ്ട് ബ്ലീച്ചിങ് ആയിട്ട്. അപ്പൊ ബ്ലീച്ചിങ് ആയിട്ട് നിങ്ങൾക്ക് കെമിസ്ട്രി ഓഫ് ബ്ലീച്ചിങ്, എങ്ങനെയാണ് ബ്ലീച്ചിങ് നടത്തുന്നതെന്ന് ഒരെണ്ണം നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. എങ്ങനെയാണ് ക്ലോറിൻ വാട്ടറുമായിട്ട് ചേർന്ന്, വാട്ടർ എന്ന് പറഞ്ഞാൽ ഈർപ്പം, മോയ്സ്ചറുമായിട്ട് ചേർന്ന് ഹൈഡ്രോക്ലോറിക് ആസിഡും ഹൈപ്പോക്ലോറസ് ആസിഡുമായിട്ട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. കണ്ടോ പേജ് നമ്പർ 114? 114 കണ്ടോ നിങ്ങള്? കണ്ടു. ക്ലോറിൻ അന്തരീക്ഷത്തിലെ മോയ്സ്ചറുമായിട്ട് കമ്പയർ ചെയ്ത് ഹൈഡ്രോജൻ ക്ലോറൈഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ല, ഹൈഡ്രജൻ ക്ലോറൈഡും ഹൈപ്പോക്ലോറസ് ആസിഡും എന്ന രണ്ട് പ്രോഡക്റ്റ് കിട്ടുന്നു. അതിലെ സ്റ്റേബിൾ അല്ലാത്ത ഒരാളാണ് ഹൈപ്പോക്ലോറസ് ആസിഡ്. നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും അത് കാണുന്നത്, കേൾക്കുമ്പോൾ തന്നെ അറിയാം അതൊരു സ്റ്റേബിൾ അല്ലാത്ത ആളാണ്. അവ വീണ്ടും എന്ത് ചെയ്യും? ഡീകമ്പോസ് ചെയ്യും. ഡീകമ്പോസിഷൻ റിയാക്ഷൻ പറഞ്ഞല്ലോ, ഒരു കോമ്പൗണ്ട് ഡിവൈഡ് ചെയ്ത് ഒന്നിൽ കൂടുതൽ എലമെന്റ്സ് കിട്ടുക. അപ്പൊ നോക്കിക്കേ, HOCl ഹൈപ്പോക്ലോറസ് ആസിഡ് എന്ത് ചെയ്യും? വിഘടിച്ച് HCl എന്താകുന്നു? ഓക്സിജനും ഉണ്ടാവുന്നു. എഴുതി വെച്ചോ നിങ്ങൾ അവിടെ, HOCl ഗീവ്സ് HCl പ്ലസ് ഓക്സിജൻ. കണ്ടല്ലോ? പറഞ്ഞ കേൾക്കുന്നുണ്ടോ? എഴുതി വെച്ച. ഓക്കെ. അങ്ങനെ ഉണ്ടായ ആ ഓക്സിജൻ എന്ത് ചെയ്യും? നമ്മുടെ തുണികളിൽ അപ്പൊ ക്ലോറിൻ വീണ് കഴിഞ്ഞാൽ നമ്മുടെ തുണിക്ക് കളർ നഷ്ടപ്പെടത്തില്ലേ? നിങ്ങൾ ക്ലോറിൻ നഷ്ടപ്പെടും. ക്ലോറിൻ ദേഹത്ത് വീണ് കഴിഞ്ഞാൽ, ആ തുണികളിൽ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ തുണിയുടെ ആ കളർ അങ്ങ് നഷ്ടപ്പെടും. അപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ആദ്യം അന്തരീക്ഷത്തിൽ ഈർപ്പമായിട്ട് ചേർന്ന് അത് ഹൈഡ്രജൻ ക്ലോറൈഡ് ഹൈപ്പോക്ലോറസ് ആസിഡ് ആവും. ഈ ഹൈപ്പോക്ലോറസ് ആസിഡ് പെട്ടെന്ന് ഹൈഡ്രജൻ ക്ലോറൈഡും ഓക്സിജനുമായിട്ട് ഡിവൈഡ് ചെയ്യും. ഈ ഓക്സിജൻ തുണിയിലെ കളറിനെ കളർലെസ് ആക്കും. ഓക്സിഡൈസ് സംഭവിച്ച് കളർ മങ്ങും, അല്ലെങ്കിൽ കളർ കളയും. അങ്ങനെ അതാണ് അതിന്റെ ബ്ലീച്ചിങ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ദ നേസന്റ് ഓക്സിജൻ ഫോംഡ് ഡ്യൂ ടു ഡീകമ്പോസിഷൻ ഓക്സിഡൈസസ് കളേർഡ് ഒബ്ജക്ട് ടു മേക്ക് ദം കളർലെസ്. പറഞ്ഞ മനസ്സിലായോ? ഈ ഉണ്ടായ ഓക്സിജൻ ആണ് എന്ത്? ഡീകമ്പോസിഷന്റെ ഫലമായിട്ടുണ്ടായ ഹൈപ്പോക്ലോറിക് ആസിഡിനെ, ക്ലോറസ് ആസിഡിനെ ഡീകമ്പോസിഷൻ സംഭവിച്ചുണ്ടായ ആ ഓക്സിജൻ ആണ് ബ്ലീച്ചിങ് ആക്ടിവിറ്റി നടത്തുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞത്. പറഞ്ഞ പിടികിട്ടിയോ? മനസ്സിലായി. വീണ്ടും പറയണോ? വേണ്ട. വേണ്ട. വേറൊരു ഉദാഹരണോടെ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്, സോഡിയം ക്ലോറൈഡ്. സോഡിയം ക്ലോറൈഡിനെ എന്താണ്? ക്ലോറിന്റെ ഒരു കോമ്പൗണ്ട് ആണ് സോഡിയം ക്ലോറൈഡ്. നമ്മുടെ സാധാരണ ഉപയോഗിക്കുന്ന കോമൺ സാൾട്ട് സോഡിയം ക്ലോറിനോടെ കമ്പൈൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു കോമ്പൗണ്ട് ആണ് സോഡിയം ക്ലോറൈഡ്. ഇറ്റ്സ് ബെനിഫിഷ്യൽ. നമ്മൾ കോമൺ സാൾട്ട് ആയിട്ട് ഉപയോഗിക്കുന്നു, ഉപ്പായിട്ട് ഉപയോഗിക്കുന്നു. പിന്നെയുള്ള ബാക്കിയുള്ള ഉപയോഗങ്ങളാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞ, ഒന്ന് ബ്ലീച്ചിങ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്നു, പിന്നെ ബ്ലീച്ചിങ് പൗഡറിനകത്ത് ഉപയോഗിക്കുന്നു അല്ലേ? ബ്ലീച്ചിങ് പൗഡർ ആയിട്ട് ഉപയോഗിക്കത്തില്ലേ? വെള്ളത്തെ പ്യൂരിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ കറകൾ എന്തെങ്കിലും വീണിട്ടുണ്ട്, തുണിയുടെ കറകൾ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അത് മാറ്റാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ ഇൻസെക്ടിസൈഡ്സ്, ചെടികളിലൊക്കെ ഇൻസെക്ട്സിനെ കൊല്ലാൻ അതിന്റെ കോൺസെൻട്രേറ്റഡ് അല്ല, ഡൈല്യൂട്ട് ആയ ഫോംസിൽ, അതായത് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് അതിനെ ലയിപ്പിച്ച് കളഞ്ഞ ജേംസിനെയൊക്കെ കൊല്ലാനും സാധിക്കും. ഇത്രയാണ് ക്ലോറിന്റെ ഉപയോഗങ്ങൾ. പറഞ്ഞത് മനസ്സിലായോ? ഇതിൽ നിങ്ങൾക്ക് രണ്ടെണ്ണത്തെ കുറിച്ച് നല്ല അറിവായിരിക്കും അല്ലെ? ബ്ലീച്ചിങ് പൗഡർ ആയിട്ട് ഉപയോഗിക്കാം, വാട്ടറിനെ പ്യൂരിഫൈ ചെയ്യാൻ പറ്റുമെന്ന് എല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അതിൽ കൂടുതൽ നിങ്ങൾ കേട്ടിട്ടുള്ളത് അവസാനത്തെ 2 പോയിന്റ് ആയിരിക്കും, അല്ലയോ? ആണോ? അതെ. ഓക്കെ. ഇനി നിങ്ങൾക്ക് ഇപ്പം ഞാൻ പറയത്തുള്ളൂ, നിങ്ങൾ +1 +2 ചെല്ലുമ്പോൾ നിങ്ങൾക്ക് സയൻസ് എടുത്ത് പഠിക്കണം. പാടാണ്, അതൊരു കാര്യം. പക്ഷെ പഠിക്കണം, അന്നേരമേ നിങ്ങൾക്ക് കെമിസ്ട്രി ലാബിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. ക്ലോറൈഡ് ഉണ്ടല്ലേ, ക്ലോറിൻ ഉണ്ടായി ഇല്ലയോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ നിങ്ങൾക്ക് +2 ലാബിൽ പ്രവർത്തിപ്പിക്കാനുണ്ട്. അപ്പൊ അത് ക്ലോറിൻ ഉണ്ടായോ ഇല്ലയോ എന്നറിയാൻ നമ്മൾ ചെയ്യുന്ന ഒരു ഐഡന്റിഫിക്കേഷൻ ഓഫ് ക്ലോറൈഡ്സിനകത്ത് ചെയ്യുന്നതാണ്. ഒരു ടെസ്റ്റ് ട്യൂബിനകത്ത് നമ്മൾ കുറച്ച് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ എടുക്കും, സോഡിയം ക്ലോറൈഡിന്റെ ലായനി എടുക്കും. അതിനകത്ത് കുറച്ച് സിൽവർ നൈട്രേറ്റ് AgNO3, അടുത്ത വർഷം വേണ്ട ഒരാളാണ് ഈ AgNO3, സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ഒഴിക്കും. ഇവയെ ഒഴിക്കുമ്പോൾ എന്ത് കിട്ടും? ഒരു വൈറ്റ് കേർഡി പ്രസിപ്പിറ്റേറ്റ്, അതായത് ഒരു തൈര് കണ്ടിട്ടില്ലേ നിങ്ങള്? കട്ടത്തൈര്.
കണ്ടിട്ടുണ്ട്. കണ്ടിട്ട് അതുപോലെ കാണും. അതുപോലെ ആ ടെസ്റ്റ് ട്യൂബിൽ കാണും. അപ്പോൾ ഒരു വൈറ്റ് കടി പ്രസിപ്പിറ്റേറ്റ് ഉണ്ട്. അതിനകത്ത് കുറച്ച് ഒഴിക്കുക, അമോണിയം ഹൈഡ്രോക്സൈഡ് ഒഴിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ആ ഉണ്ടായ ആ കളറ്, ആ തൈരിന്റെ പോലത്തെ ആ പ്രസിപ്പിറ്റേറ്റ് എന്ത് ചെയ്യും? കളറില്ലാതെ അത് സാധാരണ വെള്ളം പോലെ കിടക്കും. അതിന്റെ അർത്ഥം അവിടെ എന്തുണ്ടായെന്ന ക്ലോറൈഡ് പ്രസന്റ് ആയതുകൊണ്ടാണ്. അതായത് സോഡിയം ക്ലോറൈഡും സിൽവർ നൈട്രേറ്റും കൂടെ ചേരുമ്പോൾ സിൽവർ ക്ലോറൈഡും സോഡിയം നൈട്രേറ്റും ഉണ്ടായി എന്നുള്ളതിന്റെ തെളിവാണ് അവിടെ നടന്നത്. പറഞ്ഞ മനസ്സിലായോ? ഇതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു എന്നുള്ള അറിവേ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളൂ. നിങ്ങൾ ഇത് കണ്ട് മനസ്സിലാക്കണം. നിങ്ങൾ കണ്ട് മനസ്സിലാക്കണമെങ്കിൽ കെമിസ്ട്രി ഇഷ്ടപ്പെടണം. എന്നാലേ ഒന്നാമത്തെ കാര്യം നിങ്ങൾക്ക് +1 +2 ഇതെടുത്ത് പഠിക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലാബിൽ ചെന്നതിന് ഇത് തനിയെ നിങ്ങൾ ചെയ്യും. നിങ്ങൾക്ക് പരീക്ഷയ്ക്കും +2 ലാബ് പരീക്ഷയ്ക്കും ചോദിക്കുക തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ട് ഈ ഓപ്പൺ സ്കൂളിനെ ഓർക്കുവാണെങ്കിൽ നിങ്ങൾ എന്നെ ഓർത്തിരിക്കും. നിങ്ങൾ ചെല്ലുക, ടീച്ചർ പറയാ ഇപ്പോൾ അമൃത പോയി ക്ലോറൈഡ് ഉണ്ടോന്ന് ഇല്ലയോ എന്ന് വന്ന് പറയാൻ പറയാം. അപ്പോൾ അമൃത ചെല്ലുകയാണ്, ടെസ്റ്റ് ട്യൂബ് എടുക്കുന്നു, അതിനകത്തോട്ട് സോഡിയം ക്ലോറൈഡിന്റെ സൊല്യൂഷൻ ഒഴിക്കുന്നു. സോഡിയം ക്ലോറൈഡിന്റെ സൊല്യൂഷൻ ഒഴിച്ചതിന് ശേഷം അമൃത കുറച്ച് സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ഒഴിക്കുന്നു. അപ്പോൾ ഒഴിക്കുമ്പോൾ അതെല്ലാം കുപ്പിയിൽ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾ എടുത്ത് ഒഴിച്ചാൽ മതി. എടുത്തൊഴിക്കുമ്പോൾ ഒരു വൈറ്റ് കർഡി, വെളുത്ത കട്ടയുടെ തൈര് പോലെ കാണാൻ പറ്റുന്നു. അപ്പോൾ അമൃതയ്ക്ക് മനസ്സിലായി ഇതിനകത്ത് ഏതാണ്ട് സംഭവം ഉണ്ടെന്ന്. ക്ലോറിൻ ഉണ്ടായോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി ലാസ്റ്റ് കൺഫർമേറ്ററി ചെയ്യുന്നതാണ്. കുറച്ച് അമോണിയം ഹൈഡ്രോക്സൈഡ് ഒഴിക്കുമ്പോൾ ആ ഉണ്ടായ വെള്ള കളർ നഷ്ടപ്പെട്ടോ അവിടെ ക്ലോറിൻ ഉണ്ടായി. അങ്ങനെ ക്ലോറിൻ അവിടെ ഉണ്ടായെന്ന് നമ്മൾ കൺഫേം ചെയ്ത്. അതിന്റെ ഒരു ഇക്വേഷൻ ആണ് നിങ്ങളുടെ പുസ്തകത്തിൽ കിടക്കുന്നത്. സോഡിയം ക്ലോറൈഡ് പ്ലസ് സിൽവർ നൈട്രേറ്റ് ഗീസ് സിൽവർ ക്ലോറൈഡ് പ്ലസ് സോഡിയം നൈട്രേറ്റ്. പറഞ്ഞത് മനസ്സിലായോ? ഇപ്പം പറഞ്ഞത് മനസ്സിലായോ? മനസ്സിലായി. ഇനി നിങ്ങൾ ഇപ്പൊ എഴുതിയ ഇക്വേഷൻ നോക്കിക്കേ, പേജ് നമ്പർ 116 NaCl പ്ലസ് AgNO3 ഗീവ്സ് AgCl പ്ലസ് NaNO3. ഒന്ന് നോക്കിക്കേ. NaCl-ഉം AgNO3യും കൂടെ കമ്പൈൻ ചെയ്തപ്പോൾ AgNO3-യിലെ Agയുടെ സ്ഥലത്ത് NaCl-ന്റെ Na വന്നിരുന്നു. അതുപോലെ NaCl-ന്റെ Na ഇരിക്കേണ്ടടുത്ത് Ag വന്നിരുന്നു പ്രോഡക്റ്റില്. കണ്ടോ? പറഞ്ഞ മനസ്സിലായോ? സോഡിയം ക്ലോറൈഡും സിൽവർ നൈട്രേറ്റൂടെ ഞാൻ പ്രവർത്തിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത്? കിട്ടിയ ഉൽപ്പന്നം ഒന്ന് നോക്കിക്കേ. സോഡിയം ക്ലോറൈഡിന്റെ NaCl-ന്റെ Na ഇരിക്കേണ്ട സ്ഥലത്ത് Agയും സിൽവർ നൈറ്റ് AgNO3 ഇരിക്കേണ്ട സ്ഥലത്ത് Na വന്നിരിക്കുകയും ചെയ്യുന്നു. അതായത് അയോൺസുകൾ, പോസിറ്റീവ് അയോൺസ് അല്ലെങ്കിൽ കാറ്റയോൺസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്തു, അവർ സ്ഥലം മാറിയിരുന്നു. ഇതിനെയാണ് ഡബിൾ ഡീകമ്പോസിഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? മനസ്സിലായി. ഡബിൾ ഡീകമ്പോസിഷൻ എന്ന പറഞ്ഞ പ്രക്രിയ രണ്ട് കോമ്പൗണ്ടുകൾ പ്രവർത്തിക്കുമ്പോൾ അവരുടെ അയോണുകൾ, പോസിറ്റീവ് അയോൺസ്, ഇപ്പൊ ഇവിടെ പോസിറ്റീവ് അയോൺസ് കാറ്റയോൺസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരുന്നു. എന്നിട്ട് പുതിയ മാറിയിരുന്നത് മാത്രമല്ല, പുതിയ കോമ്പൗണ്ടും ഉണ്ടാക്കി. സോഡിയം ക്ലോറൈഡും സിൽവർ നൈട്രേറ്റും ചേർന്നപ്പോൾ പുതിയ 2 കോമ്പൗണ്ടാണ് ഉണ്ടായത്, സിൽവർ ക്ലോറൈഡും സോഡിയം നൈട്രേറ്റും. അങ്ങനെ പുതിയ 2 കോമ്പൗണ്ട് ഉണ്ടായി. എങ്ങനെ? അയോണുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരുന്നു. വേറൊരു എക്സാമ്പിൾ 116 താഴെ കൊടുത്തിട്ടുണ്ട്. H2SO4-ഉം BaCl2, സൾഫ്യൂരിക് ആസിഡും ബേരിയം ക്ലോറൈഡും, BaCl2 ബേരിയം ക്ലോറൈഡ്. ഉത്തരത്തിൽ എങ്ങനെയാണ്? H2SO4-ലെ H2 ഇരിക്കേണ്ട സ്ഥലത്ത് Ba കയറിയിരുന്ന് BaSO4 ആയി. BaCl2-ല് Ba ഇരിക്കേണ്ട സ്ഥലത്ത് Hഉം കയറിയിരുന്നു. അങ്ങനെ HCl. പറഞ്ഞ മനസ്സിലായോ? സാർ അതൊന്നുകൂടെ പറയാമോ? നോക്കിക്കേ. നോക്ക്. H2SO4-ല് കണ്ടല്ലോ? അത് കണ്ടോ ഇല്ലയോ? കണ്ടു. H2SO4-ല് H2 മാറി, അവിടെ മാറിയിരിക്കട്ടെ. BaCl2-ല് Baയും മാറി. ആ BaCl2-ല് നമ്മുടെ H2 വന്നിരുന്നു. പറഞ്ഞ മനസ്സിലായോ? BaCl2 ഞാൻ എന്നാ ജസ്റ്റ് ഒരു മിനിറ്റ്, ഞാനിത് ബോർഡിൽ എഴുതി, വീട്ടിലെ ബോർഡിൽ എഴുതി കാണിക്കാം. നിങ്ങൾക്ക് ഒരു മിനിറ്റ്, ജസ്റ്റ് എ മിനിറ്റ്. ഒരു മിനിറ്റ്, ഞാൻ എഴുതുവാണേ.
കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? ചരിഞ്ഞോ? ഞാൻ ചരിച്ച് വെച്ചേക്കുവാ ഫോൺ, അതുകൊണ്ടാ. നിങ്ങളൊന്ന് ഫോൺ ചരിക്ക്. കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ലെങ്കിൽ പറ. കാണാൻ പറ്റുന്നുണ്ട്. നോക്കിക്കേ, H2SO4 ഈ H2 ഇരിക്കേണ്ട സ്ഥലത്ത് ദാ ഈ BA കയറിയിരുന്നു. കണ്ടോ? അങ്ങനെ BaSO4 ആയി. ഇനി ഈ BA ഇരിക്കേണ്ട സ്ഥലത്ത് ദാ ഈ ഇവൻ വന്നിരുന്നു, അങ്ങനെ HCl ആയി. അതാ പറഞ്ഞത്. മനസ്സിലായോ? ഇതാണ് ഡബിൾ ഡീകോമ്പോസിഷൻ. അയോൺസുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരുന്നു. അതായത് ഇവിടെ ഇരിക്കേണ്ടവൻ H2SO4 H2 ആയിരുന്നു ഇവിടെ ഇരിക്കേണ്ട, പക്ഷെ അവിടോട്ട് ദാണ്ട് ഇവന്റെ ഈ BaCl2 BA വന്നിരുന്നു. അപ്പോൾ BAയുടെ അവിടെ വേക്കന്റ് ആയി. ആ BAയുടെ എടുത്തോട്ട് ദാണ്ട് ഇവിടെ നിന്ന് ഇറങ്ങി വന്ന H2 വന്നിരുന്നു. ദിസ് ഈസ് ഡബിൾ ഡീകോമ്പോസിഷൻ. പറഞ്ഞ പിടികിട്ടിയോ? മനസ്സിലായോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. അങ്ങനെ നമ്മുടെ 6ാമത്തെ ചാപ്റ്ററും തീർന്നു. പാഠം തീർന്നത് ആരും അറിഞ്ഞില്ലല്ലോ. വളരെ പതുക്കെയല്ലേ എടുത്തേ. സാർ പഠിപ്പിച്ചേ. അതെ, നോക്കിക്കേ. നമുക്കെന്നാ നിങ്ങളുടെ പേജ് നമ്പർ 117 കുറച്ച് തന്നിട്ട് അതിനകത്ത് കോമ്പിനേഷൻ റിയാക്ഷൻ ഏതാ, ഡീകമ്പോസിഷൻ റിയാക്ഷൻ ഏതാ, ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ഏതാ, ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ ഏതാന്ന് നമുക്ക് നോക്കാം. A മുതൽ H വരെ ഇവിടെ കിടപ്പുണ്ട് ആണല്ലോ. അപ്പൊ കോമ്പിനേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് എലമെന്റ്സ് രണ്ടും രണ്ടായിരിക്കണം, അത് തമ്മിൽ കൂടിച്ചേർന്നായിരിക്കണം, ഒരു പുതിയ കോമ്പൗണ്ട് ഉണ്ടാക്കണം. ഡീകമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? ഒരൊറ്റ കോമ്പൗണ്ട് അത് പലതാവണം, പല കോമ്പൗണ്ട് കിട്ടണം. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടുപേര് കമ്പൈൻ ചെയ്യണം. കമ്പൈൻ ചെയ്യുമ്പോൾ ഒരാളെ മാറ്റിയിട്ട് ആ സ്ഥാനത്ത് മറ്റേ ആൾ കയറി ഇരിക്കണം. ഡബിൾ ഡീകമ്പോസിഷൻ ഞാനിപ്പം പറഞ്ഞു തന്ന പോലെ അയോൺസുകൾ തമ്മിൽ ഇന്റർചേഞ്ച് ആവും. നോക്കാം, നമുക്ക് ഓരോ ഉദാഹരണം നോക്കാം. KCl, പൊട്ടാസ്യം ക്ലോറൈഡ്, എന്താണ് റിയാക്ഷൻ നടന്ന് പൊട്ടാസ്യവും ക്ലോറിനുമായി. അതായത് ഒരു ഒറ്റ കോമ്പൗണ്ട് രണ്ട് പ്രോഡക്റ്റ് എന്നോ. അപ്പോൾ അതേതാണ്? ഡീകമ്പോസിഷൻ. വെരി ഗുഡ്, ഡീകമ്പോസിഷൻ. ഒരൊറ്റ കോമ്പൗണ്ട് ആ രണ്ട് പ്രോഡക്റ്റിനെ തന്നു, ദാറ്റ് ഈസ് ഡീകമ്പോസിഷൻ. അപ്പം A ഡീകമ്പോസിഷൻ. B നോക്കിക്കേ, കാൽസ്യം കാർബണേറ്റ്. എന്താണ്? കാൽസ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും കിട്ടി, അതെന്താണ്? ഡീകമ്പോസിഷൻ. കാൽസ്യം കാർബണേറ്റ് എന്ന് പറഞ്ഞാൽ ഒരാളാണ്, അവൻ രണ്ടായി മാറി, വിഘടിച്ചു. അടുത്ത HI, ഹൈഡ്രജൻ അയോഡൈഡ്, അവൻ എന്താണ്? രണ്ടായി. അപ്പൊ അതും എന്തുവാ? ഡീകമ്പോസിഷൻ. ശരിയാണ്. അടുത്ത നോക്കിക്കേ, KCl plus AgNO3. KCl plus AgNO3 gives AgCl plus KNO3. അതെന്താണ്? ഡബിൾ ഡീകമ്പോസിഷൻ. വെരി ഗുഡ്, ഡബിൾ ഡീകമ്പോസിഷൻ. KClന്റെ കെയുടെ സ്ഥാനത്ത് AgNO3 AG വന്നിരുന്നു, AgNO3യുടെ AGയുടെ സ്ഥലത്ത് K വന്നിരുന്നു. അയോൺസുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ആയിട്ടുണ്ട്. ദാറ്റ് ഈസ് ഡബിൾ ഡീകമ്പോസിഷൻ. അടുത്ത നോക്കിക്കേ, മഗ്നീഷ്യം പ്ലസ് 2HCl. മഗ്നീഷ്യം ഹൈഡ്രോക്ലോറിക് ആസിഡും ചേർന്നപ്പോൾ മഗ്നീഷ്യം ക്ലോറൈഡും കിട്ടി, ഹൈഡ്രജനും കിട്ടി. അതെന്താണ്? ഡിസ്പ്ലേസ്മെന്റ്. വെരി ഗുഡ്, കറക്റ്റ് ആണ്. ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ H ഇരിക്കേണ്ട സ്ഥലത്ത് മഗ്നീഷ്യം കയറിയിരുന്നു, ആ Hനെ അവനെടുത്ത് നീക്കം ചെയ്തു, പുറത്ത് കളഞ്ഞു. അപ്പം MgCl2 plus H2, ദാറ്റ് ഈസ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. അടുത്ത നോക്കിക്കേ, ഹൈഡ്രജനും ഓക്സിജൻ രണ്ടുപേരാണ്, അവർ തമ്മിൽ കൂടിച്ചേർന്നപ്പോൾ വാട്ടർ കിട്ടി. അപ്പൊ അത് ഏത് റിയാക്ഷൻ ആണ്? കമ്പൈനിങ് റിയാക്ഷൻ അല്ലെങ്കിൽ കോമ്പിനേഷൻ റിയാക്ഷൻ. അടുത്ത മഗ്നീഷ്യം പ്ലസ് സൾഫ്യൂരിക് ആസിഡ്. മഗ്നീഷ്യം സൾഫ്യൂരിക് ആസിഡോടെ പ്രവർത്തിച്ചു, അപ്പോൾ എന്താണ്? മഗ്നീഷ്യം സൾഫേറ്റും ഹൈഡ്രജനും കിട്ടി. അപ്പൊ അത് ഏത് റിയാക്ഷൻ ആണ്? ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. വെരി ഗുഡ്. കാരണം H2SO4 H2 ഇരിക്കേണ്ടടുത്ത് മഗ്നീഷ്യം കയറിയിരുന്നു, ആ H2നെ എന്ത് ചെയ്തു? ആ മഗ്നീഷ്യം വന്ന് ചവിട്ടി നീ ഇറങ്ങി പോടാന്ന് പറഞ്ഞ് H2നെ വെളിയിൽ കളഞ്ഞു. അപ്പൊ അത് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. അടുത്തത് കാണുമ്പോൾ തന്നെ അറിയാലോ, ഇപ്പൊ നമ്മൾ ലാസ്റ്റ് പറഞ്ഞതാണല്ലോ. ഏതാ അത്? കാണുമ്പോൾ തന്നെ അറിയാം. ഡബിൾ ഡീകമ്പോസിഷൻ. വെരി ഗുഡ്, കറക്റ്റ് ആണ്. അപ്പൊ എല്ലാവർക്കും ഇത് ഇത്രയും മനസ്സിലായി. അങ്ങനെ നമ്മുടെ ചാപ്റ്റർ തീർന്നു. നിങ്ങളുടെ ലെറ്റേഴ്സ് ആക്സസിലെ 6ാമത്തെ ചോദ്യവും അതുപോലത്തെ തന്നെയാണ്. നിങ്ങളത് തനിയെ ചെയ്യാം. നിങ്ങളിപ്പം തനിയെ ചെയ്യാൻ പ്രാപ്തരായിട്ടുണ്ടെന്ന് എനിക്കറിയാം. നമുക്ക് 1ാമത്തെ ചോദ്യം ലെറ്റേഴ്സ് ആക്സസിൽ ഡിസ്കസ് ചെയ്യാം.
Some chemicals are given in the box. Find out and write down the chemicals needed to prepare oxygen and hydrogen in laboratory. ഓക്സിജനെ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ആ പെട്ടിക്കകത്ത് ഏതൊക്കെ എടുക്കണം നമ്മൾ? ഓക്സിജനെയാ ഉണ്ടാക്കണ്ടെങ്കിൽ എന്തൊക്കെ എടുത്തിരിക്കണം? പൊട്ടാസ്യം പെർമാംഗനേറ്റ് മതി, ആ ഒറ്റ എണ്ണത്തിന് എടുത്താൽ മതി. വെരി ഗുഡ്, കറക്റ്റ്. ആരാ പറഞ്ഞത്? ജിബി എന്തോ. വെരി ഗുഡ് ജിബി. പൊട്ടാസ്യം പെർമാംഗനേറ്റ് മാത്രം എടുത്താൽ മതി, അവനെ ഒന്ന് ചൂടാക്കിയാൽ മതി, ഓക്സിജനെ കിട്ടിക്കോളും, അല്ലയോ? അതെ. അതെ. ഇനി അടുത്ത നോക്കിക്കേ, ഹൈഡ്രജനെ കിട്ടണമെങ്കിലോ? ഒരു മെറ്റലും ഒരു ആസിഡും ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്കും. വെരി ഗുഡ്, കറക്റ്റ് ആണ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്കും, അല്ലെങ്കിൽ സിങ്കും സൾഫ്യൂരിക് ആസിഡ്. ഒരു മെറ്റലും ഒരു ആസിഡും എടുത്താൽ മതി. കറക്റ്റ് ആണ്, ഇത് രണ്ടും ശരിയാണ്. ഹൈഡ്രോക്ലോറിക് ആസിഡും സിങ്കും ശരിയാണ്, സൾഫ്യൂരിക് ആസിഡും സിങ്കും ശരിയാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം, ABCD ഓരോന്നിനെയും ഓരോ എലമെന്റിന്റെ ഒരു ക്യാരക്ടറാണ് പറഞ്ഞിരിക്കുന്നത്. ഏത് ഗ്യാസ് ആണെന്ന് നിങ്ങൾ പറയണം. നോക്കിക്കേ, the gas which is combustible and is formed through the electrolysis of water. കത്തുന്നതാണ്, അതുപോലെ തന്നെ ആ ഗ്യാസ് ഉണ്ടാവുന്നത് വെള്ളത്തിനകത്തോട്ട് ഇലക്ട്രിസിറ്റി കടത്തി വിടുമ്പോഴാണ്. വെള്ളത്തിനകത്തോട്ട് ഇലക്ട്രിസിറ്റി കടത്തി വിടുകയും ചെയ്യും. കമ്പസ്റ്റബിൾ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് പെട്ടെന്ന് കത്തുകയും ചെയ്യുന്ന ആളാണ്. അപ്പൊ അത് ഏത് ഗ്യാസ് ആയിരിക്കും? ഏതാ? വെരി ഗുഡ്, ഹൈഡ്രജൻ. വെരി ഗുഡ്, കറക്റ്റ്, ഹൈഡ്രജൻ ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, രണ്ടിന്റെ എ ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്തത്, ദ ഗ്യാസ് ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ വാട്ടർ പ്യൂരിഫിക്കേഷൻ. വെള്ളം ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന ഗ്യാസ് ഏതാ? ക്ലോറിൻ. അറിയാം, വാട്ടർ പ്യൂരിഫിക്കേഷൻ കേൾക്കുമ്പോൾ തന്നെ അറിയാം, ക്ലോറിൻ. അടുത്ത, ഗ്രോത്ത് ഓഫ് പ്ലാന്റിന്റെ വളർച്ച, പെട്ടെന്ന് പറ. നൈട്രജൻ. അടുത്ത, കറക്റ്റ് ആണ്. തെർമൽ ഡീകമ്പോസിഷൻ ഓഫ് KMnO4. KMnO4നെ ഡീകമ്പോസ് ചെയ്യുക എങ്ങനെ? ഹീറ്റ് കൊടുക്കുമ്പോൾ, ചൂടാക്കുമ്പോൾ. തെർമൽ മീൻസ് ചൂടാക്കുക. അപ്പൊ ഏത് ഗ്യാസ് ഉണ്ടാവുന്നത്? ഓക്സിജൻ. ഓക്സിജൻ. എഴുതിയിട്ടല്ലോ എല്ലാരും? എഴുതിയിട്ടല്ലോ? ഓക്കെ. അടുത്തതാണ്, മാച്ച് ദ ഫോളോയിങ്. ഹൈഡ്രജനകത്ത് ഏതാണ്? ഡിസിൻഫെക്റ്റന്റ്, ഫ്യൂവൽ. കറക്റ്റ് ആണ്. ഓക്സിജൻ, ഡിസിൻഫെക്റ്റന്റ്, കൂളിംഗ് ഏജന്റ്, ബയോഡിഗ്രേഡേഷൻ. ഏതാണ്? ബയോഡിഗ്രേഡേഷൻ. കറക്റ്റ് ആണ്. ക്ലോറിൻ, ഡിസിൻഫെക്റ്റന്റ്, കൂളിംഗ് ഏജന്റ്. ഡിസിൻഫെക്റ്റന്റ്, അണുനാശിനിയായിട്ട് ഉപയോഗിക്കും. ക്ലോറിൻ, ബ്ലീച്ചിങ് പൗഡർ അല്ലേ? ബ്ലീച്ചിങ് പൗഡർ, അതെ, അണുനാശിനിയായിട്ട്. അടുത്ത, നൈട്രജൻ, കൂളിംഗ് ഏജന്റ്. ഓക്കെ. അടുത്ത ചോദ്യമാണ്, വാട്ട് ആർ ദ കെമിക്കൽസ് യൂസ്ഡ് ടു പ്രിപ്പയർ ക്ലോറിൻ ഇൻ ദ ലബോറട്ടറി? ലബോറട്ടറിയിൽ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി, ലാബിൽ ക്ലോറിൻ പ്രിപ്പയർ ചെയ്യാൻ നമ്മൾ എന്തൊക്കെയാണ് എടുക്കുന്നതെന്ന്. രണ്ടെണ്ണം എടുക്കത്തുള്ളൂ, HCl-ഉം KMnO4-ഉം. അടുത്തത്, ഓക്കെ, ക്ലോറിൻ ഗ്യാസിനെ, അടുത്ത ചോദ്യം നിങ്ങളുടെ പേജിന് രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾക്ക് ബി ചോദ്യം എന്ന് പറയുന്നത്, വൈ ഈസ് ക്ലോറിൻ ഗ്യാസ് പാസ്ഡ് ത്രൂ സൾഫ്യൂരിക് ആസിഡ് ഡ്യൂറിംഗ് ദ ടൈം ഓഫ് പ്രിപ്പറേഷൻ സമയത്ത് എന്തിനാണ് ക്ലോറിൻ ഗ്യാസിനെ ഹൈഡ്രോക്ലോറിക് ആസിഡിലൂടെ കടത്തിവിടുന്നതെന്ന്. എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് വാട്ടർ പാർട്ടിക്കിൾസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി. ക്ലോറിൻ ഗ്യാസിനകത്ത് വാട്ടർ പാർട്ടിക്കിൾസ് എന്തെങ്കിലും പ്രസന്റ് ഉണ്ടെങ്കിൽ അതിനെ മാറ്റം ചെയ്യാൻ വേണ്ടിയാണ് സൾഫ്യൂരിക് ആസിഡിലോട്ട് കടത്തിവിടുന്നത്. സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുന്ന ഒരു അബ്സോർബന്റ് ആണ്. അബ്സോർബ് ചെയ്യുന്നത്, അതൊക്കെ നിങ്ങൾക്ക് 10ാം ക്ലാസ്സിലെ പഠിക്കാനുള്ളത്. നിങ്ങൾക്ക് ഇപ്പോൾ ക്ലോറിൻ ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ പഠിക്കേണ്ട പോലെ അടുത്ത വർഷം നിങ്ങൾക്ക് സൾഫ്യൂരിക് ആസിഡ് ഒക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ സൾഫ്യൂരിക് ആസിഡിന്റെ ഒരു യൂസസിനകത്ത് നമ്മളിത് പഠിക്കും. അപ്പൊ സൾഫ്യൂരിക് ആസിഡിന്റെ എന്താണ് കടത്തിവിടുന്നത്? ഇറ്റ് അബ്സോർബ് ദ മോയ്സ്ചർ പ്രസന്റ് ഇൻ ദ ക്ലോറിൻ ഗ്യാസ്. അല്ലെങ്കിൽ മോയ്സ്ചർ എന്ന് ഉദ്ദേശിച്ചത് അവിടുത്തെ വാട്ടർ ആണ്. ക്ലോറിൻ ഗ്യാസിലെ ഈർപ്പത്തെ അല്ലെങ്കിൽ ജലാംശത്തെ കളയാൻ വേണ്ടിയാണ്, നീക്കം ചെയ്യാൻ വേണ്ടിയാണ് സൾഫ്യൂരിക് ആസിഡിലൂടെ പ്രവർത്തിക്കുന്നത്. നിങ്ങൾ അത് അവിടെ എഴുതിയിട്ടേക്കണം. ഇനി അടുത്തത്, എങ്ങനെയാണ് ബ്ലീച്ചിങ് പൗഡർ ഉണ്ടാക്കുന്നതെന്ന്. ബ്ലീച്ചിങ് പൗഡർ ഉണ്ടാക്കുന്ന ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഉണക്ക ചുണ്ണാമ്പ് കല്ലിനകത്തോട്ട് ക്ലോറിൻ ഗ്യാസ് കടത്തി വിട്ടാൽ മതി. ആ ക്ലോറിൻ ഗ്യാസ് ഉണക്ക ചുണ്ണാമ്പിനകത്തോട്ട് കടത്തി വിടുമ്പോൾ, എന്നിട്ട് അത് പൊടിച്ചു കഴിയുമ്പോൾ എന്താകും? നമ്മുടെ ബ്ലീച്ചിങ് പൗഡർ. ബ്ലീച്ചിങ് പൗഡർ ഈസ് പ്രിപ്പയർഡ് ബൈ പാസിംഗ് ഡ്രൈ ക്ലോറിൻ ത്രൂ ഡ്രൈ സ്ലേക്കഡ് ലൈൻ, അല്ലെങ്കിൽ ക്ലോറിൻ ഗ്യാസ് ത്രൂ ഡ്രൈ സ്ലേക്കഡ് ലൈൻ. ഇനി അടുത്ത ചോദ്യം, വിച്ച് ഈസ് ദ ഗ്യാസ് കമ്മിങ് ഔട്ട് ഫ്രം ബ്ലീച്ചിങ് പൗഡർ ഇൻ ദ പ്രസൻസ് ഓഫ് വാട്ടർ? ഏത് ഗ്യാസ്? ക്ലോറിൻ. ഓക്കെ. അടുത്തത് നിങ്ങൾക്ക്
വി ഷുഡ് അവോയ്ഡ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് കംപ്ലീറ്റ്ലി ആണല്ലോ. ആൻഡ് പ്രൊമോട്ട് ഓർഗാനിക്കൽ ഫെർട്ടിലൈസേഴ്സ്. ഇതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? നമ്മൾ രാസവളത്തെ പൂർണ്ണമായും ഉപയോഗിച്ചുകൊണ്ട് ജൈവവളത്തെ ഊന്നൽ കൊടുക്കുക, അവയുടെ ഉപയോഗത്തിന് ഊന്നൽ കൊടുക്കുക. ഇതിനോട് നിങ്ങൾ എന്താണ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? നിങ്ങൾ ഈ പ്രസ്താവനയോട് യോജിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എല്ലാവരും ഉള്ളതായിരിക്കും. എന്നിട്ട് നിങ്ങൾക്ക് ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സിന്റെ ഗുണങ്ങളെ പറ്റിയും കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിന്റെ ഡിസഡ്വാൻറ്റേജ് ദോഷത്തെ കുറിച്ചുകൂടെ 2 പോയിന്റ്സ് എഴുതി വെച്ചാൽ മതി. അതിന്റെ നോട്ട്സ് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ചാപ്റ്റർ മനസ്സിലായോ? മനസ്സിലായി. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഇല്ല. അപ്പൊ നമ്മുടെ ചാപ്റ്റർ തീർന്നു, 6ാമത്തെ ചാപ്റ്റർ. അപ്പൊ നിങ്ങൾക്ക് ഈ 6 ചാപ്റ്ററിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു പേപ്പറിൽ എഴുതി വെക്കണം. ബുധനാഴ്ച കൊണ്ട് ഞാൻ എൻ്റെ കെമിസ്ട്രി ക്ലാസ് 9ന്റെ വൈൻഡപ്പ് ചെയ്യുകയാണ്, തീർക്കുകയാണ്. കാരണം പാഠം തീർന്ന്. ആണോ അല്ലയോ? ആണ്. ഞാൻ വേഗത്തിലല്ല പോയത്. ഓരോ ദിവസവും ഞാൻ ഓരോ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. ആ കംപ്ലീറ്റ് ചെയ്തത് വളരെ സാവധാനത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി തന്ന രീതിയിൽ തന്നെയാണ്. പെൻഡിങ് ഇടാത്തത് പിന്നെ നിങ്ങൾ അത് പഠിക്കത്തില്ല, ആ കണ്ടിന്യൂവേഷൻ നിങ്ങൾ ഓർത്ത് വെക്കത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പെൻഡിങ് ഇടാത്തത്. ഒരു ദിവസം ഒരു ചാപ്റ്റർ തന്നെ തീർക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു പേപ്പറിൽ എഴുതി വെക്കുക. അടുത്ത ഈ വരുന്ന ബുധനാഴ്ച, ഇന്ന് എത്ര, 21 അല്ലേ, 23-ാം തീയതി ബുധനാഴ്ച 9:30 തൊട്ട് 11 മണി വരെ ഞാൻ നിങ്ങൾക്ക് ക്ലാസ്, എൻ്റെ ക്ലാസ്സാണ് 9:30 തൊട്ട് 11 മണി വരെ ബുധനാഴ്ച. അപ്പോൾ 9:30 തൊട്ട് 10:30 വരെ നമ്മൾ 7ാമത്തെ ചാപ്റ്റർ പഠിക്കുകയും 10:30 തൊട്ട് 11 വരെ ഇതുവരെ പഠിച്ച 7 ചാപ്റ്ററിന്റെ റിവിഷനും ആയിരിക്കും. മനസ്സിലായല്ലോ? മനസ്സിലായി. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ക്ലാസ്സിൽ സംശയം ചോദിക്കാൻ പേടിയാണെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. പിന്നെ നിങ്ങൾക്ക് ഇന്നത്തെ ചാപ്റ്ററിൽ നിന്ന് പഠിപ്പിച്ച നോട്ട്സും അതിന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനും അതിൻ്റെ ഉത്തരവും മാർഗ്ഗസഹിതം ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങളത് വായിച്ചു നോക്കുക, പഠിക്കുക. എൻ്റെ ജോലി ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്താലോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ, അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഡൗട്ട് ഇല്ലെങ്കിൽ എനിക്കൊരു താങ്ക് യു പറഞ്ഞ് നിങ്ങൾക്ക് ലീവ് ചെയ്യാം. താങ്ക് യു സർ. താങ്ക് യു സർ.